ഹായ് മക്കളെ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ എല്ലാവരും ക്രിസ്മസ് എക്സാമിൻ്റെ ഒരുക്കത്തിലൊക്കെയാണ്. ഓക്കെ, അപ്പോൾ മിസ് ഇന്ന് വന്നിരിക്കുന്ന ചാപ്റ്റർ 5 ഇമ്മ്യൂണിറ്റി ആൻഡ് ഹെൽത്ത് കെയർ അല്ലെങ്കിൽ പ്രതിരോധവും ആരോഗ്യ സംരക്ഷണം എന്ന് പറയുന്ന ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാനാണ്. അത്യാവശ്യം ലെങ്തി ചാപ്റ്ററാണ്, മിസ്സിനും അറിയാം. പക്ഷേ ലെങ്ത്ത് കണ്ട് ആരും പേടിക്കുകയൊന്നും വേണ്ട. കാര്യം ഏറ്റവും സിമ്പിളായിരിക്കുന്ന ഒരു ചാപ്റ്ററാണ്. ലെങ്തിയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യ സിലബസിൽ ഇത് 2 ചാപ്റ്ററായിരുന്നു. ഈ 2 ചാപ്റ്റർ കൊണ്ട് ഒരുമിച്ച് ക്ലബ് ചെയ്തിട്ടാണ് ചാപ്റ്റർ 5 ഈ വർഷത്തെ സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതാണ് അത്യാവശ്യം ലെങ്തി ആയിരിക്കുന്നത്, പക്ഷേ വളരെ സിമ്പിളാണ്. നിങ്ങളുടെ ഈ 10th സ്റ്റാൻഡേർഡിൽ തന്നെ ഏറ്റവും സിമ്പിൾ ആയിരിക്കുന്ന ഒരു ചാപ്റ്റർ കൂടിയാണ് ഇമ്മ്യൂണിറ്റി ആൻഡ് ഹെൽത്ത് കെയർ. ഈ പേര് പറയുന്ന പോലെ തന്നെ നമ്മുടെ പ്രതിരോധത്തിനെ കുറിച്ചും ആരോഗ്യ സംരക്ഷണത്തിനെ കുറിച്ചും ഒരുപാട് രോഗങ്ങളെക്കുറിച്ചും അതുപോലെ പാത്തജൻസിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം മിസ് ഒട്ടും ടൈം കളയുന്നില്ല, നേരെ എന്താണ് ചാപ്റ്ററിലേക്ക് കിടക്കുകയാണ്. ഫസ്റ്റ് പറയുന്നത് ഹെൽത്ത്, ആരോഗ്യത്തെ കുറിച്ചിട്ടാണ്. മക്കളെ, എന്താണ് ആരോഗ്യം? നമുക്കിപ്പോൾ ഒരു അസുഖമില്ല എന്ന് കരുതി നമ്മൾ കംപ്ലീറ്റ്ലി ഒരു ആരോഗ്യവാനാണോ? അല്ലടാ, ഒരിക്കലും അല്ല കേട്ടോ. ഹെൽത്ത് എന്ന് പറയുന്നത് ഈസ് കംപ്ലീറ്റ്ലി സ്റ്റേറ്റ് ഓഫ് ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് സോഷ്യലി വെൽബീങ്. അതായത് നമ്മൾ ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമൂഹികമായിട്ടും എന്താണ് സമ്പൂർണ്ണ സുസ്ഥിതമാണെങ്കിൽ മാത്രമാണ് ഒരാളെ ആരോഗ്യവാനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുള്ളൂ. അതായത് എനിക്കിന്നിപ്പോൾ അസുഖമൊന്നുമില്ല, പക്ഷേ എനിക്ക് ഭയങ്കര ഇമോഷണൽ, ഞാൻ പെട്ടെന്ന് എന്തെങ്കിലും ഒരു കാര്യം അല്ലെങ്കിൽ സങ്കടം വരുന്ന സമയത്ത് പെട്ടെന്നൊരു കരയുന്ന ടൈപ്പാണ്. ഓക്കെ, അങ്ങനെയാണ്. അല്ലെങ്കിൽ ഞാൻ എന്താണ് ഒരു റൂമിൽ സോഷ്യലി ആരോടും മിണ്ടാതെ അല്ലെങ്കിൽ ചുറ്റുള്ള ആരോടും മിണ്ടാതെ റൂമിൽ തന്നെ അടച്ചിരിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഞാൻ എന്താ കംപ്ലീറ്റ്ലി ഒരു ആരോഗ്യവാനായിട്ടുള്ള ഒരു മനുഷ്യനല്ല. ഓക്കെ, അതായത് ആരോഗ്യം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഈ പറയുന്ന ഫിസിക്കൽ ഫിറ്റ് ആയിരിക്കണം, മെൻ്റലി ഫിറ്റ് ആയിരിക്കണം, സോഷ്യലി വെൽബീങ് ആയിരിക്കണം. അത് സോഷ്യലി നമ്മൾ മറ്റുള്ളവരായിട്ട് ഇടപെടുന്ന ഒരാളായിരിക്കണം. എന്നാൽ മാത്രമാണ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ആരോഗ്യവാനായിരിക്കുന്ന മനുഷ്യനാണെന്ന് പറയുള്ളൂ. നമുക്ക് അസുഖമില്ല അല്ലെങ്കിൽ എനിക്ക് പ്രത്യേകിച്ച് വൈകല്യങ്ങളൊന്നുമില്ല, അപ്പം ഞാൻ കംപ്ലീറ്റ് ആരോഗ്യവാനായ മനുഷ്യനാണ് എന്നർത്ഥം വരുന്നില്ല. എന്താണ് നമ്മുടെ ഫിസിക്കലിയും മെൻ്റലിയും സോഷ്യലിയും എന്താണ് ആക്റ്റീവ് ആയിരിക്കുന്ന ആളെ മാത്രമാണ് നമ്മൾ നല്ല ആരോഗ്യവാനായ മനുഷ്യനായിട്ട് കൺസിഡർ ചെയ്യുള്ളൂ. ഇനി ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്ന ഘടകങ്ങൾ എന്താ? ഇത് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യങ്ങളാണ്. മിസ് ജസ്റ്റ് ആഡ് ചെയ്യുന്നുള്ളൂ. ഡ്രഗ്സ്, ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത് എന്താണ് നമ്മൾ ആരോഗ്യത്തെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നുണ്ട്. അതുപോലെ പാത്തോജൻ എന്ന് വെച്ചാൽ എന്താ? രോഗാണുക്കൾ എന്താണ് നമ്മുടെ ആരോഗ്യത്തിനെ നശിപ്പിക്കാൻ വരുന്ന ആൾക്കാരല്ലേ, അതും പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. പിന്നെ മാൽന്യൂട്രീഷൻ, പോഷകാഹാരക്കുറവ്. കറക്റ്റായിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള പോഷകങ്ങൾ കിട്ടില്ല. അപ്പോൾ അതിനനുസരിച്ച് മാൽന്യൂട്രീഷനിലെ ഡെഫിഷ്യൻസി ആ കാര്യം വരുന്നുണ്ട്. പിന്നെ ലൈഫ് സ്റ്റൈൽ, അതായത് ലൈഫ് സ്റ്റൈൽ എന്നതുകൊണ്ട് ജീവിതശൈലി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ സ്മോക്കിങ്, അതുപോലെ തന്നെ നമ്മൾ ഫാസ്റ്റ് ഫുഡ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നു, സോഫ്റ്റ് ഡ്രിങ്ക്സ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നു, അതുവഴി അതുപോലെ ഇങ്ങനെ പിന്നെ ഒക്യുപ്പേഷണൽ അതായത് ജോലി സംബന്ധമായിട്ടുള്ള കുറേ ടെൻഷൻസ്, അതൊക്കെ എന്താണ് നമ്മുടെ ഈ പറയുന്ന ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. പേഴ്സണൽ ഹൈജീൻ, വ്യക്തി ശുചിത്വം, നമ്മൾ കറക്റ്റായിട്ട് ഹൈജീനായിട്ട് പോകണം. അതുപോലെ തന്നെ ലാക്ക് ഓഫ് സ്ലീപ്പ്, നമ്മൾ കറക്റ്റായിട്ട് ഉറങ്ങിയില്ലെങ്കിലും എന്താണ് നമ്മുടെ ആരോഗ്യത്തിന് അത് ബാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ മൂലം എന്താണ് നമ്മുടെ ഈ പറയുന്ന ശരീരത്തിൽ ആ ഒരു എന്താണ് ഹോമിയോസ്റ്റാസിസ് അല്ലെങ്കിൽ ആന്തര സമസ്ഥിതിയിൽ വ്യത്യാസം വരുന്നുണ്ട്, ചേഞ്ചസ് വരുന്നുണ്ട്. അതിനെയാണ് ആ ചേഞ്ചസ് വരുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡിസീസസ് എന്ന് വിളിക്കുന്നത്. അതായത് ഒരു കാര്യം വെച്ച്, അതായത് ഏതെങ്കിലും ഒരു കാര്യം, ഇപ്പോൾ രോഗാണുക്കളായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്താണ് നമ്മൾ ഉറക്കമില്ലായ്മ ആയിക്കോട്ടെ, ഇതൊക്കെ മൂലം നമ്മുടെ ശരീരത്തിൽ ഒരു ചേഞ്ച്, നമ്മുടെ ഹോമിയോസ്റ്റാസിസ് അല്ലെങ്കിൽ ആന്തര സമസ്ഥിതിക്കോ ഒരു ചേഞ്ചസ്, ഒരു വ്യത്യാസം വരുന്നുണ്ട്. ആ വ്യത്യാസം വരുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡിസീസസ് എന്ന് വിളിക്കുന്നത്. ശരീരത്തിൻ്റെ ആ സുസ്ഥിതിക്ക് ഉണ്ടാകുന്ന ആ വ്യതിയാനത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു? രോഗമെന്ന് വിളിക്കുന്നു. നമുക്ക് ചുറ്റുമുള്ള രോഗാണുക്കൾ മൂലവും എന്താണ് നമുക്ക് അസുഖങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, പലതരത്തിൽ എന്താണ് അവ നമ്മുടെ ശരീരത്തിലേക്ക് കടന്നുകൂടും. രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിനകത്തേക്ക് പ്രവേശിക്കുന്ന രീതികളാണ്. ഒന്ന് കോണ്ടാക്റ്റ് വഴി, സ്പർശം വഴി, അതുപോലെ മാലിന്യമായിരിക്കുന്ന ആഹാരവും ജലവും വഴി എന്താണ് ഈ പറയുന്ന രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നുണ്ട്, അകത്തേക്ക് പ്രവേശിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തുമ്മൽ, ഒരാൾ തൊട്ടപ്പുറത്ത് തുമ്മുകയാണ്, ചുമക്കുകയാണെങ്കിൽ അവരിൽ നിന്ന് എന്താണ് പാത്തോജൻ അല്ലെങ്കിൽ രോഗാണുക്കൾ നമ്മളിലേക്ക് എത്തുന്നുണ്ട്. ഇനി അതുപോലെ യൂസിങ് അൺസ്റ്റെറിലൈസർ എക്യുപ്മെൻറ്റ്സ്, അണുവിമുക്തമാക്കാത്ത ഉപകരണങ്ങളിൽ നിന്നിട്ടും എന്താണ് ഈ അസുഖങ്ങൾ പകരുന്നുണ്ട്. വെക്ടേഴ്സ്, വാഹകരായ ജന്തുക്കൾ എന്ന് പറയും. അതായത് കൊതുകിൽ നിന്നൊക്കെ എന്താണ് നമുക്ക് അസുഖം വരുന്നില്ല, അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ. ക്ലോത്ത്, വസ്ത്രം, അതായത് വസ്ത്രം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റിംഗ് വാംസ് എന്ന് പറയുന്ന അസുഖമൊക്കെ ഉണ്ട്. അതൊക്കെ ഉള്ള ആൾക്കാർക്ക് ഡ്രസ്സ് ഇടുമ്പോൾ നമുക്കും എന്താണ് അസുഖം വരുന്നുണ്ട്. അതുപോലെ താരം കണ്ടിട്ടില്ലേടാ, നമ്മൾ താരനുള്ള ഒരാളുടെ തോർത്തോ ചീപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വരുന്നുണ്ട്. അങ്ങനെയൊക്കെ എന്താണ് നമുക്ക് ഈ പറയുന്ന ഡിസീസസ് വരുന്നുണ്ട്. ഇനി ഇത്തരത്തിൽ ശരീരത്തിൽ പ്രവേശിച്ച രോഗമുണ്ടാകാൻ കഴിയുന്ന രോഗാണുക്കൾ അടക്കമുള്ള എന്തിനേയും നമ്മൾ ആൻറ്റിജൻ എന്നാണ് വിളിക്കുന്നത്. അതായത് നമ്മുടെ എന്താണ് ശരീരത്തിനകത്ത്
പ്രവേശിച്ചിട്ട് നമുക്ക് രോഗം വരുത്താൻ കാരണമാകുന്ന എന്തിനേയും അതിനെ ആൻറ്റിജൻ എന്നാണ്. ചിലപ്പോൾ അത് രോഗാണുക്കളാവാം, ചിലപ്പോൾ അതെന്താവും പൊടിയാകാം, ചിലപ്പോൾ സം കെമിക്കൽസ് ആവാം, അല്ലെങ്കിൽ ചിലപ്പോൾ പോളൻ ഗ്രെയിൻസുകളാവും. അതായത് ചില ആൾക്കാർക്ക് പോളൻ ഗ്രെയിൻസിന് അലർജി കാര്യങ്ങളുണ്ടാവും. അല്ലെങ്കിൽ ചില ഭക്ഷ്യവസ്തുക്കളാവും. ചില ഭക്ഷ്യവസ്തുക്കൾ കഴിച്ചു കഴിഞ്ഞാൽ അത് മോശമായിട്ടുള്ള ഭക്ഷ്യവസ്തുക്കളാണെങ്കിൽ അത് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് വരുന്നുണ്ട്? രോഗം വരുന്നുണ്ട്. ഈ രോഗം വരുന്നതിന് കാരണമായ ആ വസ്തുവിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? ആൻറ്റിജൻ എന്നാണ് വിളിക്കുന്നത്. അതിന് എക്സാമ്പിളാണ് പാത്തജൻസോ പോളൻ ഗ്രെയിൻസോ ഡസ്റ്റോ അല്ലെങ്കിൽ സർട്ടൻ ഫുഡ് ഐറ്റംസോ അല്ലെങ്കിൽ കെമിക്കൽസോ അതെല്ലാം ഉൾപ്പെടുന്നുണ്ട്. ഓക്കെ, രോഗാണുക്കളുടെ ഇടയിൽ നമ്മൾ ജീവിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പലപ്പോഴും എന്താണ് രോഗം ഉണ്ടാകാറില്ല അല്ലേ? അതായത് നമ്മൾ അതായത് ഫുള്ള് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചുറ്റും എന്താണ് രോഗാണുക്കളാണ് എന്ന് വെച്ചാൽ എപ്പോഴും നമുക്ക് ഈ പറയുന്ന അസുഖമല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലെ ബാക്ടീരിയ, വൈറസ്, ഫംഗസ് പോലുള്ള രോഗാണുക്കളിൽ നിന്ന് സംരക്ഷണം കിട്ടാനായിട്ട് നമ്മുടെ ബോഡിയിൽ നാച്ചുറലി ഒരു ഇമ്മ്യൂണിറ്റി സിസ്റ്റം ഉണ്ട്, ഒരു ഇമ്മ്യൂൺ സിസ്റ്റം ഉണ്ട്. അത് നമുക്ക് ബൈ ബർത്ത് കിട്ടുന്നതുകൊണ്ട് അതല്ലാതെ നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് അക്യൂർഡ് ചെയ്തെടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് എപ്പോഴും ചുറ്റും രോഗാണുക്കളുടെ ഇടയിലാണ് ജീവിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും അസുഖം വരാത്തത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി അടുത്ത് പഠിക്കുന്ന പ്രതിരോധ ശേഷി അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റിനെ കുറിച്ചാണ്. ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഇമ്മ്യൂണിറ്റി ഈസ് എബിലിറ്റി ഓഫ് ദ ബോഡി ടു പ്രിവെന്റ് ദ എൻട്രി ഓഫ് പാത്തജൻ ആൻഡ് ഡിസ്ട്രോയ് ദോസ് ഹാവ് ദ ഓൾറെഡി എൻറ്റേർഡ്. അതായത് ഈ പറയുന്ന രോഗാണു അല്ലെങ്കിൽ ഈ പറയുന്ന പാത്തജൻസ് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഈ പറഞ്ഞ ശരീരത്തിൽ കയറിയതിന് ശേഷം ഈ ശരീരം എന്ത് ചെയ്യുന്നുണ്ട്? അതിനെ നശിപ്പിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ശരീരത്തിനകത്തേക്ക് കയറാതിരിക്കാനായിട്ട് ശരീരം പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. ഈ ശരീരത്തിൻ്റെ കഴിവിനെയാണ് എന്ത് വിളിക്കുന്നത്? രോഗപ്രതിരോധ ശേഷി അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? അതായത് ഇവിടെ ഒരു ബാക്ടീരിയ ഇരിക്കുന്നുണ്ടെന്ന് വെച്ചാൽ അതെൻ്റെ ശരീരത്തിലേക്ക് കയറാൻ പോകുമ്പോൾ എൻ്റെ ശരീരം എന്ത് ചെയ്യുന്നത്? കയറാതിരിക്കാനുള്ള പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി ഇൻ കേസ് ശരീരത്തിനകത്ത് കയറി കഴിഞ്ഞാലും എന്താണ്? അതിനെ നശിപ്പിക്കാനുള്ള പരിപാടി എൻ്റെ ബോഡി ചെയ്യുന്നുണ്ട്. ആ ശരീരത്തിൻ്റെ കഴിവിനെയാണ് എന്ത് വിളിക്കുന്നത്? ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ രോഗപ്രതിരോധ ശേഷി എന്ന് വിളിക്കുന്നത്. ഈ രോഗപ്രതിരോധ ശേഷി 2 തരത്തിലാണുള്ളത്. ഒന്ന് ഇന്നീറ്റ് ഇമ്മ്യൂണിറ്റി, അതായത് സഹജ പ്രതിരോധം എന്ന് പറയുന്നത്. രണ്ടാമത് അക്യൂർഡ് ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ആർജിത പ്രതിരോധം. ഇങ്ങനെ 2 ആയിട്ടാണ് പ്രതിരോധ ശേഷിയെ അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റിനെ തരംതിരിച്ചിരിക്കുന്നത്. ഇനേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് വെച്ചാൽ അല്ലെങ്കിൽ സഹജ പ്രതിരോധം എന്ന് വെച്ചാൽ ബൈ ബർത്ത് കിട്ടുന്നതാണ്, നമുക്ക് ജനിക്കുന്ന സമയത്ത് കിട്ടുന്ന കാര്യങ്ങളാണ്. അക്യൂർഡ് ഇമ്മ്യൂണിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ ചുറ്റുപാടിൽ നിന്ന് നമ്മൾ അക്യൂർഡ് ചെയ്തിരിക്കുന്ന ആർജിതമാക്കിയിരിക്കുന്ന പ്രതിരോധമാണ്. ഓക്കെ, അപ്പോൾ അതാണ് കൊടുത്തിരിക്കുന്നത്. ഇത് സാധാരണ ചോദിക്കാനുണ്ട് കേട്ടോ, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അതായത് ഇമ്മ്യൂണിറ്റി എന്ന് വെച്ചാൽ 2 തരത്തിലാണുള്ളത്, ഇനേറ്റ് ഇമ്മ്യൂണിറ്റിയും അക്യൂർഡ് ഇമ്മ്യൂണിറ്റിയും. അതായത് സഹജ പ്രതിരോധവും അതുപോലെ തന്നെ എന്താണ് ആർജിത പ്രതിരോധവും. ഓക്കെ, ഇനി അപ്പോൾ എന്താണ് സഹജ പ്രതിരോധം എന്ന് പറയും? ജന്മനാൽ ശരീരത്തിൽ നിലനിൽക്കുന്ന സ്വാഭാവിക രോഗപ്രതിരോധ ശേഷിയുള്ള സംവിധാനത്തിന്, ആ രോഗപ്രതിരോധ സംവിധാനത്തിനെയാണ് എന്ത് വിളിക്കുന്നത്? സഹജ പ്രതിരോധം അല്ലെങ്കിൽ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ ജനിക്കുന്ന സമയത്ത് തന്നെ ഉണ്ടാകുന്ന ആ ഒരു പ്രതിരോധ ശേഷിനെയാണ് എന്ത് വിളിക്കുന്നത്? ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. കിട്ടിയോ? ഓക്കെ അല്ലേ? അതായത് ജനിക്കുമ്പോൾ തന്നെ ഉള്ള കാര്യങ്ങളാണത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പറയുന്ന പാത്തജൻസ് ഒക്കെ കയറി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലേക്ക് കടക്കാതിരിക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ബോഡിയിലുണ്ട്. അതൊക്കെ ബൈ ബർത്ത് കിട്ടുന്ന കാര്യങ്ങളാണ്, ജനിച്ച സമയത്ത് അല്ലെങ്കിൽ ജന്മനം നമ്മുടെ ശരീരത്തിൽ ഉള്ള കാര്യങ്ങളാണ്. ഇതിനെയാണ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ സഹജ പ്രതിരോധം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻറ്റിജൻ എന്നുള്ളത് ഓൾറെഡി പറഞ്ഞില്ല. ആൻറ്റിജൻ എന്താണ്? നമ്മുടെ ഈ പറഞ്ഞ രോഗങ്ങൾക്ക് കാരണമാകുന്ന ഏതൊരു വസ്തുവിനെ ആൻറ്റിജൻ എന്നാണ് പറയുന്നത്. ഈ ആൻറ്റിജൻ ശരീരത്തിൽ പ്രവേശിക്കുന്നത് തടയുന്ന വിവിധ തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഈ പറഞ്ഞ ഇനീറ്റ് ഇമ്മ്യൂണിറ്റിയിൽ അല്ലെങ്കിൽ സഹജ പ്രതിരോധ ശേഷിയിൽ ഉൾപ്പെടുന്നത്. ഇവയെ സാധാരണയായിട്ട് നമ്മൾ വിളിക്കുന്നത് പ്രൈമറി ലെവൽ ഇമ്മ്യൂണിറ്റി എന്നാണ്. അതായത് ഒരു രോഗാണു നമ്മുടെ ശരീരത്തിൽ വന്ന് അത് ഇവിടെ അടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന സ്കിന്നിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ശരീരത്തിനകത്തേക്ക് അതിനെ കടക്കാതിരുത്തുക എന്നതാണ് ആദ്യം ചെയ്യേണ്ടത് അല്ലേ? അതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനെയാണ് ഈ പറയുന്ന പ്രൈമറി ലെവൽ ഇമ്മ്യൂണിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മുടെ ബോഡിയിൽ കുറച്ച് കാര്യങ്ങളുണ്ട് സഹായിക്കാനായിട്ട്. ഫസ്റ്റ് ഉള്ളത് ഇതേപോലെ സലൈവയിലും അതുപോലെ തന്നെ അതായത് നമ്മുടെ കണ്ണുനീരിലും എന്തുണ്ട്? ലൈസോസൈം എന്ന് പറയുന്ന എൻസൈം ഉണ്ട്. അതെന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന വായിലൂടെ കിടക്കുന്ന പാത്തജൻസ്, രോഗാണുക്കളെ അല്ലെങ്കിൽ കണ്ണിലൂടെ കിടക്കുന്ന പാത്തജൻസിനെ നശിപ്പിച്ച് കളയുന്നുണ്ട്. അതായത് ശരീരത്തിലേക്ക് എൻ്റർ ചെയ്യാൻ അവർ സമ്മതിക്കുന്നില്ല, അതാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഇയർ, നമ്മുടെ ചെവിയിൽ എന്തുണ്ട്? വാക്സ് ഉണ്ട്. നമ്മൾ കണ്ടിട്ടില്ല ഒരു യെല്ലോയിഷ് കളർ സാധനം? അതെന്താണ്? വാക്സ് ആണ്. അതെന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന പാത്തജൻസിനെ അല്ലെങ്കിൽ രോഗാണുക്കളെ നമ്മുടെ ചെവിയുടെ അകത്തേക്ക് കടത്താതിരിക്കാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ HCl ഇൻ ദ സ്റ്റൊമക്ക് നമുക്കറിയാവുന്നതാണ്. നമ്മൾ 9th ചാപ്റ്ററിൽ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ പഠിച്ചതാണ്. നമ്മുടെ സ്റ്റൊമക്കിൽ എന്തുണ്ട്? HCl അല്ലെങ്കിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ കഴിച്ച ഭക്ഷണത്തിൽ എന്തെങ്കിലും പാത്തോജൻസ്, എന്തെങ്കിലും രോഗാണുക്കൾ ഉണ്ടെങ്കിൽ അതിനെ നശിപ്പിക്കാനാണ് HCl ഉള്ളത്. അപ്പോൾ അതും എന്താണ്? ഈ പറയുന്ന ശരീരത്തിലേക്ക് കടക്കാതിരിക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ ബ്ലഡിലേക്ക് കടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അത് പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇത് പഠിച്ചു കാണുമല്ലോ കേട്ടോ, സീലിയ, അതായത് നിങ്ങളുടെ ട്രക്കിയ, ശ്വാസനാളത്തിൽ സീലിയ എന്ന് പറയുന്ന ഭാഗമുണ്ട്. അത് എന്ത് ചെയ്യുന്നുണ്ട്? പാത്തോജൻസിൻ്റെ എൻട്രി, ശ്വാസകോശത്തിൻ്റെ അകത്തേക്ക് പാത്തോജൻസ് അല്ലെങ്കിൽ രോഗാണുക്കൾ കടക്കാതിരിക്കാനായിട്ട് ഈ പറയുന്ന സീലിയ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ നമ്മുടെ
സ്കിന്നിൽ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ വേർക്കുന്നു, അതുപോലെ തന്നെ ഒപ്പം എന്താണ് ഒരു സെബം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ സെബം ഒരു എണ്ണമയം പോലെ ഇരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് പാത്തജൻസ് ഒക്കെ നമ്മുടെ ഈ പറയുന്ന സ്കിന്നിനകത്തേക്ക് കയറാതിരിക്കാനായിട്ട് അതുവഴിയും പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന എവിടെയാണ് ഡൈജസ്റ്റീവ് ട്രാക്റ്റിലായിക്കോട്ടെ, അതുപോലെ തന്നെ യൂറിനറി ട്രാക്റ്റിലായിക്കോട്ടെ നല്ല യൂസ്ഫുൾ ആയിരിക്കുന്ന ബാക്ടീരിയ ഉണ്ട്. ഇതെന്ത് ചെയ്യുന്നുണ്ട്, മറ്റ് കൊള്ളൂലാത്ത ബാക്ടീരിയ അല്ലെങ്കിൽ അപകടകരമായിട്ടുള്ള ബാക്ടീരിയയെ നമ്മുടെ ശരീരത്തിലേക്ക് എൻ്റർ ആകാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലേടാ? ഓക്കെ അല്ലേ? പിന്നെ അവിടെ തന്നെ മ്യൂക്കസും ഉണ്ട് കേട്ടോ, മ്യൂക്കസ് മെംബ്രെയിൻ ഉണ്ട്, മ്യൂക്കസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതും എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന പാത്തജൻസ് നമ്മുടെ ഈ പറഞ്ഞ ശരീരത്തിനകത്തേക്ക് എൻ്റർ ചെയ്യാതിരിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഇതാണ് പ്രൈമറി ലെവൽ ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്താണ് പ്രാഥമിക പ്രതിരോധ സംവിധാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? അതായത് ഏതെങ്കിലും പാത്തജൻ നമ്മുടെ ശരീരത്തിനകത്തേക്ക് കയറാതിരിക്കുക, അതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത് അല്ലേ? അതായത് നമ്മുടെ വീട്ടിൽ പുറത്തൊരു കള്ളൻ വന്നിട്ടുണ്ടെങ്കിൽ ആ കള്ളനെ വീടിനകത്തേക്ക് കയറ്റാതിരിക്കുക. അതിനുവേണ്ടി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യില്ല. അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിൽ പുറത്തുള്ള പാത്തജൻസിനെ അല്ലെങ്കിൽ ആൻറ്റിജൻസിനെ നമ്മുടെ ശരീരത്തിനകത്തേക്ക് കടത്താതിരിക്കാനുള്ള ആ ഒരു സംവിധാനത്തിനെയാണ് എന്ത് വിളിക്കുന്നത്, പ്രൈമറി ലെവൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, അത് ഓൾറെഡി പറഞ്ഞതാണ്. ചെവിയുടെ കാര്യം പറഞ്ഞു, കണ്ണിലെ കാര്യങ്ങൾ പറഞ്ഞു, മൗത്തിലെ കാര്യങ്ങൾ പറഞ്ഞു, എല്ലാം നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഓക്കെ, നോസിൽ അതുപോലെ മ്യൂക്കസ് മെംബ്രെയിൻ ഉണ്ട്. അതായത് ഇവിടെ തൊട്ട് നോക്കി കഴിഞ്ഞാൽ ഒരു നനവ് കാണാൻ പറ്റും. അത് എന്ത് ചെയ്യുന്നുണ്ട്, മൂക്കിലൂടെ ഏതെങ്കിലും പാത്തജൻ അല്ലെങ്കിൽ രോഗാണുക്കൾ കയറിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ നശിപ്പിച്ച് കളയുന്നുണ്ട് കേട്ടോ. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ്, അതൊരു ടേബിളായിട്ട് കൊടുത്തിരിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ പ്രാഥമിക പ്രതിരോധത്തെ ഭേദിച്ച് ചില രോഗാണുക്കൾ, അതായത് ചില രോഗാണുക്കൾക്ക് അതൊന്നും വലിയ പുത്തിരി അല്ലായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള പാത്തജൻസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിനകത്തേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പ്രവേശിക്കുന്നുണ്ട്. ഓക്കെ, അതായത് നമ്മുടെ ഈ പറയുന്ന അകത്തേക്ക്, അതായത് ബ്ലഡിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കെതിരെ പ്രതിരോധിക്കാനുള്ള ആ ഒരു ലെവലാണ് സെക്കൻഡറി ലെവൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. മലയാളത്തിൽ ദ്വിതീയ തല പ്രതിരോധം എന്നാണ് അതിനെ വിളിക്കുന്നത്. അതായത് പ്രാഥമിക തല പ്രതിരോധത്തെ ഭേദിച്ചിട്ട്, അല്ലെങ്കിൽ പ്രൈമറി ലെവൽ ആ ഒരു ഇമ്മ്യൂണിറ്റിനെ ഭേദിച്ചിട്ട് അതുക്കും മേലെ ആയിരിക്കും അവരെന്താണ് ശരീരത്തിനകത്തേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവരെ നശിപ്പിക്കുന്ന രീതിയാണ് സെക്കൻഡറി ലെവൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ശരീരത്തിൽ പ്രവേശ രോഗാണുക്കളെ നശിപ്പിക്കാനുള്ള പ്രതിരോധ സംവിധാനം എന്താണ്, ഈ പറയുന്ന സെക്കൻഡറി ലെവലിലാണ് ഉള്ളത്. അതായത് ഏതെങ്കിലും പാത്തജൻ നമ്മുടെ ശരീരത്തിനകത്ത് കയറി കഴിഞ്ഞാൽ അതിനെ നശിപ്പിക്കാനുള്ളതാണ് ഇത് സെക്കൻഡറി ലെവല് ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ദ്വിതീയ തല പ്രതിരോധത്തിൽ ഉൾപ്പെടുന്നത്. ഓക്കെ അല്ലേ? സെറ്റല്ലേ? ഇതിനകത്തായിട്ട് മെയിനായിട്ട് പങ്കെടുക്കുന്ന ആൾ, സെക്കൻഡറി ലെവലിൽ മെയിനായിട്ട് പങ്കെടുക്കുന്ന ആൾ WBC ആണ്, അല്ലെങ്കിൽ വൈറ്റ് ബ്ലഡ് സെൽസ് ആണ്, അല്ലെങ്കിൽ വെളുത്ത രക്തകോശങ്ങളാണ് എന്താ ഈ പറയുന്ന സെക്കൻഡറി ലെവൽ ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ദ്വിതീയ തല പ്രതിരോധത്തിൽ പങ്കെടുക്കുന്ന ആൾക്കാരെന്ന് പറയുന്നത്. ഓക്കെ, ഒരു പ്രാവശ്യം കൂടി പറയാം. അതായത് നമ്മുടെ സെക്കൻഡറി ലെവൽ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും പാത്തജൻ നമ്മുടെ ശരീരത്തിൽ മറ്റേ പ്രൈമറി ലെവലിനെ അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രാഥമിക സംവിധാനങ്ങളെ എതിർത്തുകൊണ്ട് ശരീരത്തിനകത്ത് കയറുകയാണെങ്കിൽ അതിനെ നശിപ്പിക്കുന്ന ആ ഒരു സംവിധാനമാണ് എന്ത് സെക്കൻഡറി ലെവൽ അല്ലെങ്കിൽ ദ്വിതീയ തല പ്രതിരോധം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനകത്ത് മെയിൻ കാര്യം എന്താണ്, ഈ അകത്ത് കയറിയ രോഗാണുക്കളെ നശിപ്പിക്കുക എന്നതാണ് സെക്കൻഡറി ലെവലിൽ ഉൾപ്പെടുന്നത്. ഇതിനായിട്ട് മെയിനായിട്ടുള്ള അതിനകത്ത് ഹീറോ എന്ന് പറയുന്നത് WBC അല്ലെങ്കിൽ എന്താണ് ചുവന്ന രക്തകോശമാണ്, വെളുത്ത രക്തകോശമാണ്, വൈറ്റ് ബ്ലഡ് സെല്ലാണ്. ഓക്കെ, ഇത് ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന, നിങ്ങൾ 9th സ്റ്റാൻഡേർഡിൽ പഠിച്ചാണ് ബ്ലഡ് സെൽസ് 3 തരത്തിലുണ്ട്. RBC ഉണ്ട്, WBC ഉണ്ട്, പ്ലേറ്റ്ലെറ്റ് ഉണ്ടെന്ന്. അതിനകത്ത് WBC അല്ലെങ്കിൽ വെളുത്ത രക്തകോശങ്ങളാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ പ്രതിരോധ ശേഷി അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് നമ്മുടെ WBC 4 തരത്തിലാണുള്ളത്. ഒന്നാമത്തതാണ് ന്യൂട്രോഫിൽ, രണ്ടാമത്തതാണ് ഇസ്നോഫിൽ, മൂന്നാമത്താണ് മോണോസൈറ്റ്, നാലാമത്താണ് ബേസോഫിൽ. ഇങ്ങനെ 4 തരത്തിലുള്ള ന്യൂട്രോഫിലാണ് ഈ പറയുന്ന സെക്കൻഡറി ലെവൽ ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ദ്വിതീയ തല സംവിധാനത്തിൽ ഉൾപ്പെടുന്നത്. അല്ലാതെ ന്യൂട്രോഫിൽ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും പാത്തജൻ നമ്മുടെ ബ്ലഡിലേക്ക് കയറി കഴിഞ്ഞാൽ ആ ബാക്ടീരിയ അങ്ങ് വിഴുങ്ങും. ഓക്കെ, വിഴുങ്ങി നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഈ പറയുന്ന ആ ഒരു പാത്തജനെതിരെ അല്ലെങ്കിൽ ആ രോഗാണുക്കൾക്കെതിരെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സെർട്ടീൻ കെമിക്കൽസ് അല്ലെങ്കിൽ രാസവസ്തുക്കൾ എന്ത് ചെയ്യുന്നുണ്ട്, ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതാണ് എന്ത് ചെയ്യുന്നത്, ന്യൂട്രോഫിൽ ചെയ്യുന്നത്. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടെ. ന്യൂട്രോഫിൽ എന്താ ചെയ്യുന്നത്, ഈ പറയുന്ന പാത്തജൻസിനെയൊക്കെ വന്നു കഴിയുമ്പോൾ തന്നെ അമ്പടക്കള്ള നീ എൻ്റെ ശരീരത്തിൽ കയറിയോ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, അവയൊക്കെ വിഴുങ്ങി നശിപ്പിക്കുന്നുണ്ട്. അതാണ് ആര് ചെയ്യുന്നത്, ന്യൂട്രോഫിൽ ചെയ്യുന്നത്. അതുമാത്രമല്ല അവർക്കെതിരെ എന്ത് ചെയ്യുന്നുണ്ട്, സം കെമിക്കൽസ്, അതായത് അമ്പിട്ട് അവരെ നശിപ്പിക്കുന്ന ആളാണ് ന്യൂട്രോഫിൽ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ അല്ലേ, സെറ്റല്ല? അപ്പം മിസ് പറഞ്ഞത് നമ്മുടെ ഈ പറഞ്ഞ സെക്കൻഡറി ലെവലിലെ മെയിൻ ഹീറോ എന്ന് പറഞ്ഞാൽ വൈറ്റ് ബ്ലഡ് സെല്ലാണ്. അതായത് കുറച്ചും കൂടി സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ പട്ടാളക്കാരാണ് ആര്, ഈ വൈറ്റ് ബ്ലഡ് സെൽസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വെളുത്ത രക്തകോശമാണ് നമ്മുടെ ശരീരത്തിലെ പട്ടാളക്കാരല്ല ആർമി എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ഈ പറയുന്ന രാജ്യത്തിനൊരു ആർമി ഇല്ലേടാ, അതായത് പാകിസ്ഥാനിൽ നിന്നും ആൾക്കാരൊന്നും നുഴഞ്ഞു കയറാതിരിക്കാൻ വേണ്ടി നമ്മുടെ ആർമി പകലിരുന്ന് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ നമ്മുടെ ശരീരത്തിലെ ആർമിയാണ് ആര്, ഈ പറയുന്ന വൈറ്റ് ബ്ലഡ് സെൽസ് അല്ലെങ്കിൽ WBC എന്ന് പറയുന്നത്. അതിനകത്ത് ആദ്യത്തെ ഒരാളാണ് ന്യൂട്രോഫിൽ. പലതരത്തിലുള്ള ആൾക്കാരുണ്ട്.
അതിലൊന്നാണ് ന്യൂട്രോഫിൽ എന്ന് പറയുന്നത്. ന്യൂട്രോഫിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പാത്തജനെ കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ എടുത്ത് വിഴുങ്ങുകയും അവർക്കെതിരെ എന്താണ് സം കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇനി ഈസ്നോഫിൽ, ഓക്കെ, ഈസ്നോഫിൽ എന്ന് വെച്ചാൽ ഈസി എന്നുള്ളത് ആലോചിച്ചാൽ മതി കേട്ടോ. അലർജി ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന സം കെമിക്കൽസിനെ ഉണ്ടാക്കുന്നത്. ന്യൂട്രലൈസ് കെമിക്കൽസ് റിലീസ്ഡ് വെൻ ദർ ഇസ് ആൻ അലർജി ഡിസ്ട്രോയ് ദ പാരസൈറ്റ്. അതുപോലെ തന്നെ പാരസൈറ്റിനെ, ഓക്കെ, പാരസൈറ്റ് പരാതങ്ങളെയും നശിപ്പിക്കുന്നത് ആരാണ്? ഈസ്നോഫിലാണ് കേട്ടോ. ഇനി മോണോസൈറ്റും എന്താണ്? ഈ പറയുന്ന അന്യവസ്തുക്കളായ ബാക്ടീരിയ ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്താണ് ഫോറിൻ സബ്സ്റ്റൻസ്, അതായത് അതിനെയാണ് അന്യവസ്തുക്കൾ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്, ഫോറിൻ പാർട്ടിക്കിൾസ്. ഇനി ബാക്ടീരിയ തന്നെ ആയിക്കോട്ടെ, ഡെഡ് സെൽ, അതായത് മൃതശരീരങ്ങളായിക്കോട്ടെ, ഇവയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? പുള്ളിക്കാരനും എന്ത് ചെയ്യുന്നുണ്ട്? വിഴുങ്ങി നശിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, വിഴുങ്ങി. ഇതും മോണോസൈറ്റ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ന്യൂട്രോഫിൽ ആയിക്കോട്ടെ, അവരെന്താണ് ഈ പറയുന്ന പാത്തോജൻസിനെയൊക്കെ വിഴുങ്ങിയാണ് നശിപ്പിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ പുള്ളിക്കാരൻ എന്ത് ചെയ്യും? മറ്റ് പ്രതിരോധ കോശങ്ങൾ, അതായത് മറ്റുള്ളവരെ ബേസോഫിൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഈസ്നോഫിൽ, അവരെയൊക്കെ നിന്ന് സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്. അതെ, നമ്മുടെ ശരീരത്തിൽ ഒരാൾ വന്നിട്ടുണ്ട്, വേഗം പണിയെടുക്കുന്നു പറഞ്ഞിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ജോലി കൂടി ആര് ചെയ്യുന്നുണ്ട്? മോണോസൈറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മോണോസൈറ്റ് എന്താ ചെയ്യുന്നത്? ബാക്ടീരിയ ആയിക്കോട്ടെ, ഫോറിൻ പാർട്ടിക്കിൾസ് ആയിക്കോട്ടെ, അതിന് ഡെഡ് സെൽസ് ആയിക്കോട്ടെ, ഇവയൊക്കെ വിഴുങ്ങി നശിപ്പിക്കുന്ന ആരാണ്? മോണോസൈറ്റ് ആണ്. അത് മാത്രമല്ല മറ്റ് സെൽസിനെയൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്യാനും മോണോസൈറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി ബേസോഫിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ രക്തം കട്ടപിടിക്കുന്ന തടയുന്ന ഹെപ്പാരിൻ പ്രൊഡ്യൂസ് ചെയ്യാനും, അതുപോലെ തന്നെ അലർജി ഉണ്ടാക്കുന്ന വീക്കത്തിന് കാരണമാകുന്ന ഹിസ്റ്റമിൻ ഉൽപ്പാദിപ്പിക്കുന്ന ആരാണ്? ബേസോഫിലാണ്. അപ്പോൾ ബേസോഫിൽ രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് ഹിസ്റ്റമിനും അതുപോലെ തന്നെ എന്താണ് വേറൊരു നോഡിയുണ്ട് ഹെപ്പാരിനും. ഓക്കെ, ഹെപ്പാരിനും ഉൽപ്പാദിപ്പിക്കുന്ന ആരാണ്? ബേസോഫിലാണ് കേട്ടോ. ഓക്കെ, ഇനി ഫാഗോസൈറ്റുകൾ എന്ന് പറഞ്ഞാൽ മിസ് കുറച്ച് മുമ്പ് പറഞ്ഞില്ലേ, രണ്ട് WBCയിലെ സെൽസ് എന്ത് ചെയ്യുന്നുണ്ട്? ഈ പാത്തജൻസിനെയൊക്കെ വിഴുങ്ങി നശിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ വിഴുങ്ങി നശിപ്പിക്കുന്ന ആ രക്തകോശങ്ങളെ വിളിക്കുന്ന പേരാണ് ഫാഗോസൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഫാഗോസൈറ്റ് എന്ന് പറയുന്നത്, അതായത് വെളുത്ത രക്തകോശങ്ങളെ, രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കാനായിട്ട് കഴിവുള്ള ആ ഒരു സെൽസിനെ ഫാഗോസൈറ്റ് എന്ന് പറയുന്നു. ആ ഒരു പ്രോസസ്സിനെ ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്നു. ഓക്കെ, ഒരു പ്രാവശ്യം കൂടി പറയാം. അതായത് നമ്മുടെ മോണോസൈറ്റ് ആയിക്കോട്ടെ, ന്യൂട്രോഫിൽ ആയിക്കോട്ടെ, അവരെന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന പാത്തോജൻസിനെ വിഴുങ്ങി നശിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് അവരെന്താണ്? ഫാഗോസൈറ്റുകൾ എന്നാണ് പറയുന്നത്. ഈ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രോസസ്സിനെ എന്താണ്? ഫാഗോസൈറ്റോസിസ് എന്ന് വിളിക്കുന്നു. ഓക്കെ, അതാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് കൊടുത്തിട്ടുണ്ട് വൈറ്റ് ബ്ലഡ് സെൽസ് സച്ചസ് ന്യൂട്രോഫിൽ ആൻഡ് മോണോസൈറ്റ് ആർ ദ ഫാഗോസൈറ്റ്. അതായത് വെളുത്ത രക്തകോശത്തിലെ ന്യൂട്രോഫിലും മോണോസൈറ്റ് ആണ് ഫാഗോസൈറ്റുകൾ എന്ന് പറയുന്നത്. ഇവർ ചെയ്യുന്ന ആ പ്രക്രിയ, ആ ഒരു പ്രോസസ്സിനെയാണ് ഫാഗോസൈറ്റോസിസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കേട്ടോ. ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇത് സാധാരണ എന്തായാലും എക്സാമിന് ഉണ്ടാവും. നിങ്ങളുടെ ഈ ഒരു എക്സാമിനും ഷുവർ ഒരു ക്വസ്റ്റ്യൻ ആണ് ഫാഗോസൈറ്റോസിസ് എന്നത്. അപ്പോൾ ഒന്ന് മിസ് കാണിച്ചു തരാം. ആദ്യം ഈ ഒരു ഫോറിൻ ബോഡി, അതായത് പാത്തോജൻ, മിസ് കളർ മാറ്റാം കേട്ടോ. ഓക്കെ, ഇത് പാത്തോജൻ ആണെന്ന് കരുതി. ഇത് പാത്തോജനാണ്. ഈ പാത്തോജൻ നമ്മുടെ ഈ പറയുന്ന സെല്ലിനകത്തേക്ക് എൻ്റർ ചെയ്യാനുണ്ട്. ഓക്കെ, അതായത് അകത്തേക്ക് പ്രവേശിക്കണം. കണ്ടോ, ഇതിങ്ങനെ പ്രവേശിക്കുകയാണ്. അതിനുശേഷം സംഭവിക്കുന്നത് എന്താണ്? നമ്മുടെ ഈ പറയുന്ന കോശത്തിനകത്തേക്ക് കയറിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സെല്ലിനകത്തേക്ക് കയറിക്കഴിഞ്ഞാൽ ഈ പാത്തോജൻസിന് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു വെസിക്കിളിൻ്റെ അകത്താക്കുന്നുണ്ട്. ഒരു സഞ്ചിയുടെ അകത്താക്കുന്നുണ്ട്. കണ്ടോ, സഞ്ചിയുടെ അകത്തേക്ക് ആക്കുന്നുണ്ട്. ഓക്കെ, അതായത് ഈ പാത്തോജനെ നമ്മുടെ ശരീരത്തിനകത്തേക്ക് വരുമ്പോൾ ഒരു സഞ്ചിയുടെ അകത്തേക്ക് ആക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു വെസിക്കിളിൻ്റെ അകത്തേക്ക് ആക്കുന്നുണ്ട്. അങ്ങനെ അതിൻ്റെ പേരാണ് ഫാഗോസോം. ഓക്കെ, ആ ഒരു പേരെന്താണ്? ഫാഗോസോം എന്നാണ് പറയുന്നത്. ഫാഗോസോം എന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അതായത് നമ്മുടെ ഈ പറയുന്ന പാത്തോജൻ, അത് ബാക്ടീരിയ ആയിക്കോട്ടെ, വൈറസ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, അത് നമ്മുടെ ഈ പറയുന്ന സെല്ലിനകത്തേക്ക് കയറുമ്പോൾ അതിനെന്താണ്? ഒരു സഞ്ചിയുടെ അകത്താക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു സാക്കിൻ്റെ അകത്താക്കുന്നുണ്ട്, ഒരു വെസിക്കിളിൻ്റെ അകത്താക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ പേരെന്താവുന്നു? ഫാഗോസോം എന്നാവുന്നു. ഇനി ഈ ഫാഗോസോമിൻ്റെ ഒപ്പം എന്താണ്? അതായത് ഫാഗോസോം എന്ന് പറയുന്നത് ഇതാണ്. അതായത് ഒരു സഞ്ചി, അതിനുള്ളിൽ എന്തുണ്ട്? ഈ പറയുന്ന നമ്മുടെ ബാക്ടീരിയ, വൈറസ് എന്തോ ഉണ്ട്. ഓക്കെ, ഈ ഫാഗോസോംസിനെ ഇവിടെ ലൈസോസോം എന്ന് പറയുന്ന സംഭവമുണ്ട്. നമ്മുടെ സെല്ലിലുള്ള ഒരു ഓർഗനിലാണ്. ലൈസോസോം എന്ത് ചെയ്യുന്നത്? അതിൻ്റെ ഉള്ളിലേക്ക് ആക്കുന്നു. അപ്പോൾ ലൈസോസോമിന് മിസ് വേറൊരു കളർ കൊടുക്കുക കേട്ടോ, യെല്ലോ കൊടുക്കുക. ലൈസോസോമിൻ്റെ ഉള്ളിലേക്ക് ആക്കുന്നു. ഓക്കെ, അപ്പോൾ അതെന്ത് ഫോം ചെയ്യുന്നു? ഫാഗോലൈസോസോം എന്നാവുന്നു. എന്താണ്? ഫാഗോലൈസോസോം ഉണ്ടാവുന്നു. ഓക്കെ അല്ലേടാ? അതായത് നമ്മുടെ സെൽസിനകത്തേക്ക് പാത്തോജൻ അതായത് എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു സഞ്ചിയുടെ അകത്താവുന്നു, അതായത് ഒരു വെസിക്കിളിൻ്റെ അകത്താവുന്നു. അതിനെ നമ്മൾ ഫാഗോസോം എന്ന് വിളിക്കുന്നു. അതിനുശേഷം എന്താണ്? ഈ പറഞ്ഞ ഫാഗോസോംസിനെ എന്ത് ചെയ്യുന്നു? ലൈസോസോം എടുത്ത് ഉള്ളിലാക്കുന്നു. ഓക്കെ, അതിനെ നമ്മൾ ഫാഗോലൈസോസോം എന്നാണ് വിളിക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇതിനുള്ള പാത്തോജൻസിനെ നശിപ്പിച്ച് കളയുകയും ബാക്കിയുള്ളതിനെ എലിമിനേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫാഗോലൈസോസോംസ് ആണ് എന്ത് ചെയ്യുന്നത്? ഈ ഇതിനുള്ളിലുള്ള പാത്തോജൻസിനെ നശിപ്പിച്ച് കളയുന്നത്. ഓക്കെ അല്ലേ? ഈ ഒരു സ്റ്റെപ്പാണ് എന്ത്? ഫാഗോസൈറ്റോസിസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങൾ പടം വെച്ച് തന്നെ പഠിക്കുക കേട്ടോ. ആദ്യം പാത്തോജൻ വരുന്നു, പിന്നെ അതിനെ വെസിക്കിളിൻ്റെ ഉള്ളിലാക്കുന്നു, അതിനെ ഫാഗോസോം എന്ന് വിളിക്കുന്നു. എന്നിട്ട് വീണ്ടും നമ്മൾ ലൈസോസോമിൻ്റെ അകത്ത് കയറുന്നു, അതിനപ്പോൾ ഫാഗോലൈസോസോം എന്ന് പറയുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അതിനെ എലിമിനേറ്റ് ചെയ്ത് കളയുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ.
അപ്പോൾ എന്താണ് ഫാഗോസോം എന്നതുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്? ഫാഗോസൈറ്റ് അണുക്കളെ അല്ലെങ്കിൽ ഫാഗോസൈറ്റ് എന്ന് പറയുന്ന രോഗാണുക്കളെ വിഴുങ്ങുമ്പോൾ അല്ലെങ്കിൽ എൻഗൾഫ് ചെയ്യുമ്പോൾ അതെന്താണ് ഒരു ചെറിയ സഞ്ചിയിലോ വെസിക്കിളിലോ പൊതിയുന്നു. ഇതിനെയാണ് ഫാഗോസോം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഫാഗോലൈസോസോം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ ഫാഗോസോം എന്ത് ചെയ്യുന്നത്? ലൈസോസോമായി കൂടിച്ചേരുന്നു, അതായത് കൂടിച്ചേർന്നിട്ട് ഇത് അതിൻ്റെ ഉള്ളിലാകുന്നുണ്ട്. അതിനെയാണ് ഫാഗോലൈസോസോം എന്ന് വിളിക്കുന്നത്. അതെന്ത് ചെയ്യുന്നുണ്ട്? ഉള്ളിലുള്ള എൻസൈംസ് എന്ത് ചെയ്യുന്നുണ്ട്? അതിൻ്റെ ഉള്ളിലെ രോഗാണുക്കളെ നശിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഘട്ടങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. ഫസ്റ്റ് ദ ഫാഗോസൈറ്റ് ഡിറ്റക്ട് ദ പാത്തജൻ യൂസിങ് ദ റിസപ്റ്റർ ഇൻ ദ സർഫേസ്. അതായത് ഫാഗോസൈറ്റ് അതിൻ്റെ ഉപരിതലത്തിലുള്ള ഗ്രാഹ്യങ്ങൾ ഉപയോഗിച്ച് രോഗാണുക്കളെ കണ്ടെത്തുന്നു. ഓക്കെ, അതിനുശേഷം ഫാഗോസൈറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറഞ്ഞ സ്ഥലസഞ്ചിയിൽ രോഗാണുക്കളെ ചുറ്റിപ്പിടിച്ച് ഫാഗോസോം രൂപപ്പെടുത്തുന്നു. അതിനുശേഷം ലൈസോസോമായിട്ട് ഫ്യൂസ് ചെയ്തിട്ട് എന്തുണ്ടാകുന്നുണ്ട്? ഫാഗോലൈസോസോം ഉണ്ടാകുന്നുണ്ട്. അതിനുശേഷം ഫാഗോലൈസോസോമിലെ സം എൻസൈംസ് എന്ത് ചെയ്യുന്നുണ്ട്? അതിനെ നശിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് കോശത്തിൽ നിന്ന് മാലിന്യങ്ങളെ പുറന്തള്ളുന്നുണ്ട്. ഇതാണ് എന്ത് വിളിക്കുന്നത്? യെസ്, നമ്മുടെ ഫാഗോസൈറ്റോസിസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ അല്ലേടാ? ഇനി ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് അല്ലെങ്കിൽ വീങ്ങൽ പ്രതികരണം. നമുക്കറിയാം എന്തെങ്കിലും മുറിവുണ്ടായാലോ ചതവുണ്ടായാലോ ആ ഭാഗം എന്ത് ചെയ്യുന്നുണ്ട്? വന്ന് വീർക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണെന്ന് ചോദിക്കാം. എന്തെങ്കിലും മുറിവോ ചതവോ അങ്ങനെയുള്ള ഭാഗത്ത് എന്താണ്? രക്തപ്രവാഹം കൂടുതലായിട്ട് വർദ്ധിപ്പിക്കും. അതായത് അങ്ങോട്ടുള്ള ബ്ലഡിൻ്റെ ഫ്ലോ എന്ത് ചെയ്യുന്നുണ്ട്? കൂടുതലായിട്ട് ആക്കുന്നുണ്ട്. എന്നിട്ട് അണുബാധയെ നേരിടാനുള്ള വെളുത്ത രക്തകോശം അല്ലെങ്കിൽ WBCനെ എത്തിക്കാനുള്ള മാർഗ്ഗമാണ് എന്ത്? ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കറിയാം വൈറ്റ് ബ്ലഡ് സെൽസ് അതാണ് നമ്മുടെ ബോഡിയിൽ ഏതെങ്കിലും പാത്തജൻ വന്നു കഴിഞ്ഞാൽ നശിപ്പിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന വൈറ്റ് ബ്ലഡ് സെൽസ് ഈ പറയുന്ന മുറിവുണ്ടായ സ്ഥലത്ത് വരണം, എന്നാൽ മാത്രമാണ് മുറിവിലൂടെ ഏതെങ്കിലും പാത്തജൻസ് കയറി കഴിഞ്ഞാൽ അവയെ നശിപ്പിക്കാനായിട്ട് പെട്ടെന്ന് പറ്റുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? മുറിവോ ചതുവോ ഏറ്റ ഭാഗത്ത് രക്തപ്രവാഹം ബ്ലഡിൻ്റെ ഫ്ലോ ഭയങ്കരമായിട്ട് കൂട്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? വെളുത്ത രക്തകോശങ്ങൾ അല്ലെങ്കിൽ WBCനെ ആ സ്ഥലത്തേക്ക് എത്തിക്കുന്നു. ഈ മാർഗ്ഗമാണ് എന്ത്? വീങ്ങൽ പ്രതികരണം അല്ലെങ്കിൽ ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നു. ഓക്കെ, ഇറ്റ് ഈസ് എ പ്രോസസ് ബൈ വിച്ച് ദ ബ്ലഡ് ഫ്ലോ ഇൻക്രീസ് ടു ദ ഇഞ്ചേർഡ് ഏരിയ ടു ബ്രിങ് ദ വൈറ്റ് ബ്ലഡ് സെൽ ടു ഫൈറ്റ് ആൻ ഇൻഫെക്ഷൻ. ഓക്കെ അല്ലേ? അതായത് ആ മുറിവുള്ള ഭാഗത്തേക്ക് എന്താണ്? ബ്ലഡിൻ്റെ ഫ്ലോ കൂട്ടുന്നു. ബ്ലഡിൻ്റെ ഫ്ലോ കൂട്ടിയാൽ മാത്രമാണ് ആരെത്തുള്ളൂ? വൈറ്റ് ബ്ലഡ് സെൽസ് എത്തുള്ളൂ. അങ്ങനെയാണ് അവിടെ വീങ്ങൽ ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് അല്ലെങ്കിൽ വീങ്ങൽ പ്രതികരണം ഉണ്ടാകുന്നത്. അപ്പോൾ അതിൻ്റെ ഘട്ടങ്ങളാണ്. ഫസ്റ്റ് ജേം സെൻറ്റർ ത്രൂ ദ വൗണ്ട്സ്, അതായത് മുറിവിലൂടെ എന്താണ്? രോഗാണുക്കൾ പ്രവേശിക്കുന്നുണ്ട്. മുറിവേറ്റ കോശങ്ങൾ എന്താണ്? ഹിസ്റ്റമിന് മറ്റ് രാസവസ്തുക്കൾ എന്താണ്? പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇത് രക്തക്കുഴൽ ആ ഹിസ്റ്റമിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. രക്തക്കുഴൽ എന്താണ്? വികസിക്കുന്നുണ്ട്. അതുവഴി എന്താണ്? അവിടുത്തെ ബ്ലഡ് ഫ്ലോ കൂടിയിട്ട് വെളുത്ത രക്തകോശങ്ങൾ അല്ലെങ്കിൽ WBC എന്താണ്? ആ സ്ഥലത്തേക്ക് എത്തുന്നു. ആ വൈറ്റ് ബ്ലഡ് സെൽസിലുള്ള മോണോസൈറ്റ് ആയിക്കോട്ടെ ന്യൂട്രോസൈറ്റ് ആയിക്കോട്ടെ ഏതെങ്കിലും പാത്തജൻ വരികയാണെങ്കിൽ അവയെ വിഴുങ്ങി നശിപ്പിക്കുന്നു. ഇതാണ് ഇൻഫ്ലമേറ്ററി റെസ്പോൺസിൻ്റെ അല്ലെങ്കിൽ വീങ്ങൽ പ്രതികരണത്തിൻ്റെ ഘട്ടങ്ങളായിട്ട് പറയുന്നത്. ഇനി ഹിസ്റ്റമിൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ പരിക്കേറ്റ കളകളിൽ നിന്ന് വരുന്ന ഒരു സം കെമിക്കൽസ് ആണ് ഹിസ്റ്റമിൻ എന്ന് പറയുന്നത്. എന്ത് ചെയ്യുന്നുണ്ട്? ഹിസ്റ്റമിൻ രക്തക്കുഴലുകളെ വികസിപ്പിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അതെന്തിനാണ് രക്തക്കുഴൽ വികസിപ്പിക്കുന്നത്? അങ്ങോട്ട് ബ്ലഡിൻ്റെ ഫ്ലോ കൂടാനായിട്ട്. അപ്പോൾ ചോദിക്കാറുണ്ട് ഹിസ്റ്റമിൻ്റെ ഫംഗ്ഷൻ എന്താണ്? അതായത് മുറിവേറ്റ ഭാഗത്തെ ടിഷ്യൂവിൽ നിന്ന് രൂപപ്പെടുന്നതാണ് ഹിസ്റ്റമിൻ എന്ന് പറയുന്നത്. അതെന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ബ്ലഡ് വെസൽസ് അല്ലെങ്കിൽ അവിടുത്തെ രക്തക്കുഴൽ വികസിപ്പിക്കുകയും അങ്ങോട്ടൊക്കെയുള്ള ബ്ലഡിൻ്റെ ഫ്ലോ ഇൻക്രീസ് ചെയ്യുന്നതിനും സഹായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഓൾറെഡി പറഞ്ഞല്ലോ. ആ പറയുന്ന ആ ബ്ലഡ് വെസൽസ് ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് അവിടുത്തെ എന്താണ് ഈ പറഞ്ഞ പോലെ ബ്ലഡിൻ്റെ ഫ്ലോ കൂടുന്നുണ്ട്. ഓക്കെ, അത്രേ ഉള്ളൂ സംഭവം. ഇനി ഫീവർ എന്താണ്? പനി എന്താണെന്ന് ചോദിക്കുക. അതായത് നോർമലി നമ്മുടെ ശരീരത്തിലെ താപനില എന്ന് പറയുന്നത് 98.6 ഫാരഡേ മീറ്റർ അല്ലെങ്കിൽ 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, ഇത് ഉയരുന്ന അവസ്ഥയാണ് പനി എന്ന് വിളിക്കുന്നത്. മക്കളെ ഒരു കാര്യം മനസ്സിലാക്കിയത്, പനി എന്ന് പറയുന്നത് ഒരിക്കലും അസുഖമല്ല. ഏതെങ്കിലും അണുബാധയോ അല്ലെങ്കിൽ വീങ്ങലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് അതങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരം കാണിക്കുന്ന ഒരു പ്രതിരോധമാണ് ഫീവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് പനിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ശരീരം എന്ത് ചെയ്യുകയാണ്? രോഗാണുക്കളോട് ഇങ്ങനെ പോരാടിക്കൊണ്ടിരിക്കുകയാണ്, ഫൈറ്റ് ചെയ്യുകയാണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, അതായത് ഇവർ ഫൈറ്റ് ചെയ്ത് ആ രോഗാണുക്കളെ നശിപ്പിക്കുകയാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ബോഡിയിലെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നത്. ഇനി 3 ദിവസം കഴിഞ്ഞിട്ടും പനി മാറിയില്ലെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് നമ്മുടെ ഡോക്ടറെ കാണണം. കാര്യം എന്താ? നമ്മുടെ ബോഡിക്ക് താങ്ങാൻ പറ്റുന്ന പാത്തജൻ അല്ല അല്ലെങ്കിൽ രോഗാണുക്കളല്ല കയറിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് മെഡിസിൻസ് എടുക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും അണുബാധയോ വീങ്ങലോ ഉണ്ടാകുമ്പോൾ ശരീരത്തിൻ്റെ ഈ പറയുന്ന വൈറ്റ് ബ്ലഡ് സെൽസ് എന്ന് പൈറോജൻസ് എന്ന് പറയുന്ന ഒരു കെമിക്കൽസിനെ എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവയാണ് നമ്മുടെ ശരീരത്തിലെ താപനില ഉയർത്തുന്നത്. ഓക്കെ, അപ്പോൾ ഒരു പ്രാവശ്യം കൂടി പറയാം. പനി എന്ന് പറയുന്നത് 37 ഡിഗ്രി എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ ടെമ്പറേച്ചറിൻ്റെ എന്താണ് ആ ടെമ്പറേച്ചറിനേക്കാൾ കൂടുന്ന ഒരു കണ്ടീഷനാണ് ഫീവർ എന്ന് വിളിക്കുന്നത്. ഇതെന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഈ പറയുന്ന എന്തെങ്കിലും പാത്തജൻ നമ്മുടെ ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ WBC വെളുത്ത രക്തകോശങ്ങൾ അല്ലെങ്കിൽ വൈറ്റ് ബ്ലഡ് സെൽസ് എന്ത് ചെയ്യുന്നുണ്ട്? പൈറോജൻ എന്ന് പറയുന്ന കെമിക്കൽസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അവ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ശരീരത്തിലെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതാണ് എന്ത്? പനി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇവ എന്ത് ചെയ്യുന്നു? ഈ പൈറോജൻസ് എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഈ പറയുന്ന ബ്രെയിനോട് പറയും ടെമ്പറേച്ചർ കൂട്ടിക്കൊള്ളാൻ പറയും. ഓക്കെ, അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രോഗാണുക്കളെ പെട്ടെന്ന് നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ രോഗാണുക്കൾ പെട്ടെന്ന് പെരുകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ കൂട്ടുന്നത്. അപ്പോൾ ഉയർന്ന താപനില എന്ന് പറയുന്നത് ഫാഗോസൈറ്റ്
പാരസൈറ്റുകൾ രോഗാണുക്കളെ കൂടുതൽ വേഗത്തിൽ വിഴുങ്ങി നശിപ്പിക്കുന്നതിനും അതുപോലെ രോഗാണുക്കളുടെ പാത്തോജൻസിൻ്റെ വളർച്ച തടയുന്നതിനും വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ഉയർന്ന താപനില സഹായിക്കുന്നത്. അപ്പോൾ അതേ കൊടുത്തിട്ടുണ്ട്. ഫീവർ എന്ന് പറയുന്നത് എന്താണ്? ഒരിക്കലും ഒരു അസുഖമല്ല, അതെന്താണ്? പ്രതിരോധ സംവിധാനമാണ്. നമ്മുടെ ശരീരം ഒരു രോഗാണുക്കളോട് പോരാടിക്കൊണ്ടിരിക്കുകയാണ് എന്നതിൻ്റെ ഒരു സൂചനയാണ് പനി അല്ലെങ്കിൽ ഈ പറയുന്ന ഫീവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ അല്ലേ? അതാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ദിസ് ഈസ് എ സൈൻ ദാറ്റ് ദ ബോഡി ഈസ് എ ഫൈറ്റിംഗ് എഗെയിൻസ്റ്റ് ദ ഡിസീസസ്. അതായത് ശരീരം രോഗത്തിനെതിരെ പോരാടിക്കൊണ്ടിരിക്കുന്നു എന്ന സൂചനയാണ് ഫീവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി പൈറോജനുള്ള പ്രാധാന്യം ഓൾറെഡി പറഞ്ഞിരുന്നു. അതായത് ഈ പറയുന്ന പാത്തോജൻസ് എന്തെങ്കിലും കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വൈറ്റ് ബ്ലഡ് സെൽസ് എന്ത് ചെയ്യുന്നുണ്ട്? പൈറോജൻ എന്ന് പറയുന്ന ഒരു സംഭവത്തെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ പൈറോജൻ ആണ് ഉയർന്ന താപനില ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് അതെന്താണ്? വൈറ്റ് ബ്ലഡ് സെൽസിന് അത് ഉപകാരപ്പെടുന്നുണ്ട് കേട്ടോ. ആ താപനില കൂട്ടുന്ന വഴി വൈറ്റ് ബ്ലഡ് സെൽസിന് കറക്റ്റായിട്ട് ഫൈറ്റ് ചെയ്യാനും അതുപോലെ തന്നെ കേറിയ പാത്തോജൻസിന് അവരുടെ വളർച്ച തടയുന്നതിനും വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഇനി ക്ലോട്ടിംഗ് ഓഫ് ബ്ലഡ്, അതായത് രക്തം കട്ടപിടിക്കൽ. നമുക്കറിയാം ഏതെങ്കിലും ഭാഗം നമ്മുടെ ശരീരത്തിൽ മുറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നുണ്ട്? രാവിലെ തൊട്ട് വൈകിട്ട് വരെ ആ ബ്ലഡ് പോയിക്കൊണ്ടിരിക്കുന്നില്ല, ഇടയ്ക്ക് വെച്ച് അതെന്ത് ചെയ്യുന്നുണ്ട്? നിൽക്കുന്നുണ്ട് അല്ലേ? അതാണ് രക്തം കട്ടപിടിക്കൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ത്വക്കിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും മുറിവുണ്ടായി കഴിഞ്ഞാൽ രക്തം എന്താണ് ഈ പറയുന്നത്? ഈ പാത്തോജൻസ് ഈ മുറിവിലൂടെ കയറി പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന രക്തക്കട്ട അവിടെ ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ പാത്തോജൻസ് കയറാതിരിക്കാനും അതുപോലെ തന്നെ ഈ പറയുന്ന ബ്ലഡ് ഒരുപാട് ലോസ് ആവാതിരിക്കാനും എന്താണ് ഈ ക്ലോട്ടിംഗ് ഓഫ് ബ്ലഡ് അല്ലെങ്കിൽ രക്തം കട്ടപിടിക്കൽ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഓക്കെ, ഇറ്റ് ഈസ് എ മെക്കാനിസം ടു പ്രിവെന്റ് ഫ്ലോ ഓഫ് ബ്ലഡ് ആസ് വെൽ ആസ് ബ്ലോക്ക് ദ എൻട്രി ഓഫ് പാത്തോജൻ ഇൻ ടു ദ ബോഡി വെൻ ദ വൗണ്ട് ഫോംസ് ഓൺ ദ സ്കിൻ. അതായത് ത്വക്കിൽ എന്തെങ്കിലും മുറിവുണ്ടാകുകയാണെങ്കിൽ രക്തപ്രവാഹം നിർത്തുന്നതിനൊപ്പം രോഗാണുക്കളുടെ പ്രവേശം തടയുന്നത് കൂടിയാണ് രക്തം കട്ടപിടിക്കൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനും ഘട്ടങ്ങളുണ്ട് കേട്ടോ. അതിനായിട്ട് മുറിവുണ്ടായ ഭാഗത്ത് നിന്നാണ് പ്ലേറ്റ്ലെറ്റുകൾ പരിക്കേറ്റ കലകളും ചേർന്നിട്ട് ത്രോംബോപ്ലാസിൻ എന്ന് പറയുന്ന ഒരു എൻസൈമിനെ ഉൽപ്പാദിപ്പിക്കുന്നത്. ത്രോംബോപ്ലാസിൻ കേട്ടോ, ത്രോംബോപ്ലാസ്റ്റിൻ. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അപ്പോൾ എന്താണ്? മുറിവുണ്ടായ ഭാഗത്ത് അവിടുത്തെ പ്ലേറ്റ്ലെറ്റ് ആണല്ലോ ബ്ലഡ് കട്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്നത്, അല്ലെങ്കിൽ കട്ട പിടിക്കാൻ സഹായിക്കുന്നത്, അല്ലെങ്കിൽ ക്ലോട്ട് ചെയ്യാൻ സഹായിക്കുന്നത്. അപ്പോൾ അതെന്ത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്? ത്രോംബോപ്ലാസ്റ്റിൻ എന്ന് പറയുന്ന ആ ഒരു എൻസൈംസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഈ ത്രോംബോപ്ലാസ്റ്റിൻ നമ്മുടെ രക്തത്തിലെ പ്ലാസ്മയുമായിട്ട് ചേർന്നിട്ട് എന്താണ്? ദിസ് കൺവേർട്ട് ദ പ്രോട്ടീൻ ഇൻ ടു ദ ബ്ലഡ് പ്ലാസ്മ കോൾഡ് പ്രോൺത്രോബിൻ ഇൻ ടു ത്രോംബിൻ. അതായത് പ്രോൺത്രോബിനായിട്ട് ത്രോംബിനായിട്ട് മാറുന്നുണ്ട്. ഓക്കെ, പ്രോൺത്രോബിൻ എന്ന പ്രോട്ടീൻ എന്താക്കി മാറ്റുന്നുണ്ട്? ത്രോംബിനാക്കി മാറ്റുന്നുണ്ട്. ഓക്കെ, നോട്ട് ചെയ്ത് വെക്കാട്ട്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് സാധാരണയായിട്ട് ചോദിക്കാറുണ്ട്. ക്രിസ്മസ് എക്സാമിനും ചോദിക്കും, അതുപോലെ തന്നെ നിങ്ങളുടെ ഈ SLC എക്സാമിനും ചോദിക്കും. ഓക്കെ, ആദ്യം എന്താണ് ഈ പറയുന്ന ത്രോംബോപ്ലാസ്റ്റിൻ എന്ന് പറയുന്ന എൻസൈംസ് ഉണ്ടാകുന്നുണ്ട്. ഇത് എന്ത് ചെയ്യുന്നുണ്ട്? പ്ലാസ്മയായിട്ട് കൂടിച്ചേർന്ന് പ്രോൺത്രോബിനെ എന്താണ്? ത്രോംബിനാക്കി മാറ്റുന്നുണ്ട്. ത്രോംബിനെ എന്ത് ആക്കി മാറ്റുന്നുണ്ട്? ത്രോംബിനാക്കി മാറ്റുന്നുണ്ട്. രണ്ടാമത് ത്രോംബിൻ ഫൈബ്രിനോജനെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്നത് ത്രോംബിൻ ദെൻ കൺവേർട്ടഡ് ഒരു ഇനാക്റ്റീവ് പ്രോട്ടീൻ കോൾഡ് ഫൈബ്രിനോജൻ. അത് എന്തായിട്ട് മാറുന്നുണ്ട്? ഫൈബ്രിനാക്കി മാറ്റുന്നുണ്ട്. ഓക്കെ, അതിനകത്ത് ഫൈബ്രിനാക്കി മാറ്റുന്നുണ്ട്. അതാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ എന്ന് പറയുന്നത് ത്രോംബോപ്ലാസ്റ്റിൻ ഉണ്ടാവുന്നു. രണ്ടാമത് എന്താണ്? ത്രോംബിനെ ത്രോംബിനാക്കി മാറ്റുന്നു. ഇവിടെ എന്താണ്? ഫൈബ്രിനോജനെ ഫൈബ്രിനാക്കി മാറ്റുന്നുണ്ട്. അതിനുശേഷം ഈ ഫൈബ്രിൻ എന്താണ്? നാര് പോലെ ഉണ്ടാകുന്ന വലക്കണ്ണികൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറഞ്ഞ ചുവന്ന രക്തകോശത്തിൽ അകപ്പെട്ട് അവിടെ രക്തക്കട്ട ഫോം ചെയ്യുന്നുണ്ട്. ദ ഫൈബ്രിൻ ഫോംസ് ടു നെറ്റ്വർക്ക് ഓഫ് ദ ഫൈബേഴ്സ് ദാറ്റ് ട്രാപ്പ് ദ റെഡ് ബ്ലഡ് സെൽസ് ഫോം ടു ബ്ലഡ് ക്ലോട്ട്. അങ്ങനെയാണ് രക്തക്കട്ട ഫോം ചെയ്യുന്നത്. ഈ രക്തക്കട്ട എന്ത് ചെയ്യുന്നത്? ദിസ് ക്ലോട്ട് പ്രിവെന്റ് ഫർദർ ബ്ലഡ് ലോസ് അൺടിൽ ദ വൗണ്ട് ഈസ് ഹീൽഡ്. അതായത് മുറിവ് ഉണങ്ങുന്നത് വരെ ഇതിൽ കൂടുതൽ രക്തനഷ്ടമില്ലാതിരിക്കാനായിട്ട് ഈ ഒരു ബ്ലഡ് ക്ലോട്ട് അല്ലെങ്കിൽ രക്തക്കട്ട സഹായിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ ഇത് സാധാരണ ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്. ഇനി രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ഘടകങ്ങളാണ് ഫൈബ്രിനോജനും കാൽഷ്യം ഒക്കെയാണ് നമ്മുടെ രക്തം കട്ടപിടിക്കാനായിട്ട് സഹായിക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ മുറിവുണങ്ങൾ കേട്ടോ. അതായത് മുറിവിൽ നിന്ന് രക്തം കട്ടപിടിക്കുകയും അതെന്താണ്? ഈ പറഞ്ഞ ഇൻഫ്ലമേറ്ററി അല്ലെങ്കിൽ വീങ്ങൽ ഉണ്ടാവുകയും ചെയ്യുന്നതിലൂടെ എന്താണ്? പുതിയ കലകൾ രൂപപ്പെട്ടിട്ടുണ്ട്, മുറിവ് ഉണങ്ങുന്നുണ്ട്. ഓക്കെ, അതാണ് മുറിവുണങ്ങൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നഷ്ടപ്പെട്ട കലകൾക്ക് പകരം, നഷ്ടപ്പെട്ട ടിഷ്യൂസിന് പകരം അവിടെ പുതിയ ടിഷ്യൂ ഫോം ചെയ്യുകയും അതായത് പിന്നീട് എന്താണ്? അത് മുറിവുണങ്ങുന്നത്. പക്ഷേ അടയാളം ഉണ്ടാവും കേട്ടോ, മുറിവുണങ്ങിയ പാടുണ്ടാവും. അത് പയ്യാണ് മാറുന്നത് കേട്ടോ. അപ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത്. ഈ കണക്റ്റീവ് ടിഷ്യൂസ് എന്ത് ചെയ്യുന്നുണ്ട്? റീപ്ലേസ് ചെയ്യുന്നുണ്ട്. പഴയ ടിഷ്യൂസിന് പകരമായിട്ട് പുതിയ ടിഷ്യൂസ് അവിടെ വരികയും അതായത് അവിടെ മുറിവ് ഉണങ്ങുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം അടയാളം ഉണ്ടാകും, മാർക്ക് ഉണ്ടാകും, അത് പയ്യാണ് മാറുന്നത്. അതാണ് മുറിവ് ഉണങ്ങൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, അതായത് മുറിവിൽ നിന്ന് രക്തം കട്ടപിടിക്കുകയും അതുപോലെ തന്നെ അവിടെ ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് എന്താണ്? ഈ മുറിവുണ്ടായ ഭാഗത്ത് പുതിയ കലകൾ ഉണ്ടാവുന്നു. ഓക്കെ, പുതിയ കലകൾ അതായത് പുതിയ ടിഷ്യൂസ് ഉണ്ടാവുന്നു. ആ പുതിയ ടിഷ്യൂസ് വന്നിട്ട് മുറിവ് ഉണങ്ങുന്നുണ്ട്. പക്ഷേ മാർക്ക് ഉണ്ടാവും, പയ്യാണ് ആ മാർക്ക് മാറുന്നത്. ഇനി നോൺ സ്പെസിഫിക് ഇമ്മ്യൂണിറ്റി, അതായത് പൊതുവായ പ്രതിരോധം എന്താണെന്നാണ്. അതായത് നമ്മുടെ ഇനീറ്റ് ആയിരിക്കുന്ന ഇമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നില്ലേ? ഓക്കെ, ഓൾ ഇനീറ്റ് റെസ്പോൺസ്, അതായത് സഹജ പ്രതിരോധ പ്രവർത്തനങ്ങളെല്ലാം തന്നെ രോഗകാരികളുടെ ഇനമോ അല്ലെങ്കിൽ ഇത് ഇന്ന രോഗകാരിയാണ് അല്ലെങ്കിൽ ഇത് ഇന്ന രോഗകാരിയാണ് എന്ന് പരിഗണിച്ചിട്ടൊന്നുമല്ല അവർ പ്രവർത്തിക്കുന്നത്. അവരെന്താണ്?
അവരെ വരുന്ന എല്ലാ പാത്തോജൻസും അവരുടെ ശത്രുക്കളാണ്. അവരങ്ങനെ പൊതുവായിട്ടുള്ള ഒരു റെസ്പോൺസ് ആണ്, അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള പ്രതിരോധമാണ് കൊടുക്കുന്നത്. അതിനെയാണ് എന്ത് വിളിക്കുന്നത്? നോൺ സ്പെസിഫിക് ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ പൊതുവായ പ്രതിരോധം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതായത് ഇനേറ്റ് ഇമ്മ്യൂണിറ്റി എന്താ ചെയ്യുന്നത്? ഏതെങ്കിലും പാത്തോജൻസ് കയറി കഴിഞ്ഞാൽ അവർക്കെല്ലാം ഒരേപോലെയാണ് ട്രീറ്റ് ചെയ്യുന്നത്, അല്ല ഒരേപോലെയാണ് അവരെ നശിപ്പിക്കുന്നത്. എല്ലാവരും അതായത് ഇന്ന വിഭാഗത്തിൽപ്പെട്ടതാണോ, അല്ലെങ്കിൽ ഇത് വൈറസ് ആണോ, അല്ലെങ്കിൽ ഇത് ബാക്ടീരിയ ആണോ, അല്ലെങ്കിൽ ഇത് പ്രോട്ടസോവയാണോ, അതൊന്നും നോക്കിയിട്ടല്ല. അവരെല്ലാം എന്താണ് ഒരേപോലെ, അവർ നമ്മുടെ ശത്രുക്കളാണ് എന്ന് പറഞ്ഞിട്ട് ഒരുപോലെയാണ് അവരെ നശിപ്പിക്കുന്നത്. ഓക്കെ, അത് അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ഇമ്മ്യൂണിറ്റിയാണ് നോൺ സ്പെസിഫിക് ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ പൊതുവായ പ്രതിരോധം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവരൊന്നും പരിഗണിക്കുന്നില്ല, അവരെല്ലാവരും ഒരുപോലെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ്. ഇനി അക്യൂർഡ് പ്രതിരോധം അല്ലെങ്കിൽ അക്യൂർഡ് ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ആർജിത പ്രതിരോധം. ഇത് ജനനത്തിന് ശേഷം നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് നമ്മൾ ആർജിച്ചെടുക്കുന്ന പ്രതിരോധമാണ് അക്യൂർഡ് ഇമ്മ്യൂണിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ശരീരത്തെ പ്രവേശിക്കുന്ന ആൻറ്റിജൻസിനെ പ്രത്യേകം തിരിച്ചറിഞ്ഞ്, ഓരോന്നിനും പ്രത്യേകം തിരിച്ചറിഞ്ഞ് അതിനെ പ്രതിരോധിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഇതിനെ എന്താണ് ഈ വിളിക്കുന്നത്? സ്പെസിഫിക് ഇമ്മ്യൂണിറ്റി എന്നതുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഇതിനെ പ്രത്യേക പ്രതിരോധം എന്നാണ് പറയുന്നത്. അതായത് ഇമ്മ്യൂണിറ്റി മെക്കാനിസം സ്പെഷ്യലി റെക്കഗ്നൈസ്ഡ് ഡിഫൻസ് അഗെയിൻസ്റ്റ് ലൈക്ക് പാത്തോജൻസ് ദാറ്റ് എൻ്റർ ബോഡി. അതായത് ഏതെങ്കിലും പാത്തോജൻസ് നമ്മുടെ ബോഡി കയറി കഴിഞ്ഞാൽ അവരെ പ്രത്യേകം നോക്കി ഇത് ആരാണ്, വൈറസ് ആണോ ബാക്ടീരിയ ആണോ, അങ്ങനെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നോക്കി അവരെ തിരിച്ചറിഞ്ഞതിന് ശേഷമാണ് പ്രതിരോധിക്കുന്നത്. അത്തരം ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്? സ്പെസിഫിക് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രത്യേക പ്രതിരോധം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനായിട്ട് പ്രവർത്തിക്കുന്ന ലിംഫോസൈറ്റുകളാണ് കേട്ടോ. അതായത് നമ്മുടെ വൈറ്റ് ബ്ലഡ് സെൽസിൽ തന്നെ ഉള്ളതാണ് ലിംഫോസൈറ്റുകളാണ്. ലിംഫോസൈറ്റുകൾ രണ്ട് തരത്തിലുണ്ട്, ടി ലിംഫോസൈറ്റും അതുപോലെ ബി ലിംഫോസൈറ്റും. ഓക്കെ, രണ്ട് തരത്തിലുള്ള ലിംഫോസൈറ്റുകളുണ്ട് നമുക്ക്, ടി ലിംഫോസൈറ്റും ബി ലിംഫോസൈറ്റും. ഇവരെന്താണ് കുറച്ച് VIP-കളാണ്. അങ്ങനെ വരുന്ന എല്ലാവരെയും ട്രീറ്റ് ചെയ്യുമ്പോൾ അവർ കുറച്ച് എല്ലാവരും എന്താണ് ഒബ്സർവ് ചെയ്യുന്നുണ്ട്, ഇവർ ആരൊക്കെയാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് അവർക്കെതിരെ പ്രതിരോധിക്കുന്നത്. ഓക്കെ, അവരാണ് ആര്? ബി ലിംഫോസൈറ്റും ടി ലിംഫോസൈറ്റും. ഓക്കെ, ഇനി നമ്മൾ വിചാരിക്കും അതായത് ജന്മന ഉള്ള പ്രതിരോധമാണ് എന്ത്? ഇനീറ്റ് ഇമ്മ്യൂണിറ്റി അല്ലെ സഹജ പ്രതിരോധം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മുലപ്പാലിലൂടെ അതായത് ബ്രസ്റ്റ് മിൽക്കിലൂടെ കുട്ടിക്ക് എന്ത് കിട്ടുന്നുണ്ട്? പ്രതിരോധം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ 6 മാസങ്ങളിൽ കുട്ടികൾക്ക് വലിയ അസുഖങ്ങളൊന്നും ഉണ്ടാവില്ല, കാരണം അമ്മയുടെ പാല് മാത്രമേ കൊച്ചു കുടിക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടിക്ക് പ്രതിരോധ ശേഷി കൂടുതലായിരിക്കും, പെട്ടെന്നൊന്നും അങ്ങനെ കാര്യങ്ങളൊന്നും അസുഖമായിട്ട് വരുന്നില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ മുലപ്പാലിലൂടെ കുഞ്ഞിന് ലഭിക്കുന്ന ആൻറ്റിബോഡി വഴിയുള്ള പ്രതിരോധം ഏത് വിഭാഗത്തിലാണ്? ഇനേറ്റ് ആണോ അല്ലെങ്കിൽ അക്യൂർഡ് ആണോ? എടാ, അത് രണ്ടിലും അല്ല, പാസീവ് നാച്ചുറൽ ഇമ്മ്യൂണിറ്റി എന്നാണ് പറയുന്നത്, നിഷ്ക്രിയ പ്രതിരോധ ശേഷി എന്നാണ് വിളിക്കുന്നത് കേട്ടോ. അതായത് ആൻറ്റിബോഡികളിലൂടെ അതായത് ഈ പറയുന്ന മുലപ്പാലിലൂടെ കുഞ്ഞിന് കിട്ടുന്ന ആൻറ്റിബോഡീസ്, അതിനെയാണ് നിഷ്ക്രിയ പ്രതിരോധ ശേഷി എന്ന് വിളിക്കുന്നത് കേട്ടോ. ഓക്കെ, ബേബീസിന് ഈ ബ്രസ്റ്റ് മിൽക്കിലൂടെ കിട്ടുന്ന ആൻറ്റിബോഡീസിനെ പാസീവ് നാച്ചുറൽ ഇമ്മ്യൂണിറ്റി എന്നാണ് പറയുന്നത്. ഓക്കെ, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി നമ്മൾ പറഞ്ഞ ബി ലിംഫോസൈറ്റും ടി ലിംഫോസൈറ്റും ഇവർ കുറച്ച് VIPs ആണ്. അങ്ങനെ അവരെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടൊക്കെയാണ് ഓരോരുത്തരോട് പ്രവർത്തിക്കുള്ളൂ. കറക്റ്റായിട്ട് ഒബ്സർവ് ചെയ്ത് ഇവർ ആരാണെന്നൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന പാത്തജൻസിനെതിരെ പോരാടുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്ക് പഠിക്കാം, ടി ലിംഫോസൈറ്റ് ആണെങ്കിൽ അത് രൂപപ്പെടുന്നത് ബോൺ മാരോ എന്നാണ്. അതുപോലെ തന്നെ ബി ലിംഫോസൈറ്റും എങ്ങനെ ബോൺ മാരോ എന്ന് തന്നെയാണ്. ഇനി മെച്ചുറേഷൻ പാകപ്പെടുന്ന എവിടെ വെച്ചിട്ടാണ്? നമ്മുടെ ടി ലിംഫോസൈറ്റ് തൈമസ് ഗ്ലാൻഡിലാണ്, തൈമസ് ഗ്രന്ഥിയിലാണ്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്റർ പഠിച്ചിരുന്നു തൈമസ് ഗ്ലാൻഡ് എന്താണ് ടി ലിംഫോസൈറ്റിൻ്റെ മെച്ചുറേഷന് വേണ്ടിയിട്ട് സഹായിക്കുന്നു എന്നുള്ളത്. ഇനി ബി ലിംഫോസൈറ്റ് ആണെങ്കിൽ എവിടെയാണ്? നമ്മുടെ ബോൺ മാരോ അസ്ഥി മജ്ജയിലാണ് പാകപ്പെടുന്നത്. ഇനി ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെന്ത് ചെയ്യുന്നു? ഐഡന്റിഫൈ ദ ഡിസ്ട്രോയ് ദി ഇൻഫെക്റ്റഡ് സെൽസ് ആൻഡ് ക്യാൻസർ സെൽ. രോഗബാധിത കോശങ്ങളെയും ക്യാൻസർ കോശങ്ങളെയും തിരിച്ചറിഞ്ഞ് അതിനെ നശിപ്പിക്കുന്നത് ആരാണ്? നമ്മുടെ ടി ലിംഫോസൈറ്റ് ആണ്. ടി ലിംഫോസൈറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന രോഗബാധിതമായിട്ടുള്ള കോശങ്ങളെയും അതുപോലെ തന്നെ എന്താണ് ക്യാൻസറിനെയും കറക്റ്റായിട്ട് തിരിച്ചറിഞ്ഞ് അവരെ നശിപ്പിക്കുന്നത് ആരാ? ടി ലിംഫോസൈറ്റ് ആണ്. ഇനി ബി ലിംഫോസൈറ്റ് എന്താണ്? ആൻറ്റിജനുകൾക്കെതിരെ. ആൻറ്റിജൻ എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ശരീരത്തിൽ അസുഖം വരുത്തുന്ന ആരെയും നമ്മൾ ആൻറ്റിജൻ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ആൻറ്റിജൻസിനെതിരെ പ്രവർത്തിക്കുന്ന പ്രോട്ടീനുകളുമായിട്ട് എന്താണ് പ്രോട്ടീനുകളായ ആൻറ്റിബോഡി, ഓക്കെ, അവർക്കെതിരെ പ്രവർത്തിക്കാനായിട്ട് ഒരു ആൻറ്റിബോഡി ഉൽപ്പാദിക്കുകയാണ് ആര് ചെയ്യുന്നത്? നമ്മുടെ ബി ലിംഫോസൈറ്റ് ചെയ്യുന്നത്. ഓക്കെ, പ്രൊഡ്യൂസ് പ്രോട്ടീൻ കോൾഡ് ആൻറ്റിബോഡി. അതായത് അവരൊരു പ്രോട്ടീൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അതിനെ നമ്മൾ ആൻറ്റിബോഡി എന്നാണ് വിളിക്കുന്നത്. അത് എന്ത് ചെയ്യുന്നുണ്ട്? ആൻറ്റിജൻസിനെതിരെ പ്രവർത്തിക്കുന്ന പ്രോട്ടീനുകളാണ്, അല്ലെ ആൻറ്റിബോഡികളാണ് കേട്ടോ. അപ്പോൾ നോട്ട് ചെയ്ത് വയ്ക്കുക, ഇവരാണ് ക്യാൻസർ സെൽസിനെയും അതുപോലെ തന്നെ നമ്മുടെ ഈ പറഞ്ഞ എന്താണ് ഇൻഫെക്റ്റഡ് സെൽസിനെയാണ് നശിപ്പിക്കുന്നത്. മറ്റാൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു പ്രോട്ടീനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ പ്രോട്ടീൻ്റെ പേരാണ് ആൻറ്റിബോഡി എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ എന്ത് ചെയ്യുന്നുണ്ട്? പാത്തജൻസിനെതിരെ അല്ലെങ്കിൽ ആൻറ്റിജൻസിനെതിരെ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. ഇനി ഇമ്മ്യൂണൈസേഷൻ, അതായത് രോഗാണുവിൻ്റെ ആക്രമണം മുന്നിൽ കണ്ട് പ്രതിരോധ കോശങ്ങളെ സജ്ജമാക്കി വെക്കാനുള്ള കൃത്രിമമായിട്ടുള്ള പ്രതിരോധ മാർഗമാണ് എന്താ ഈ പറയുന്ന പ്രതിരോധവൽക്കരണം അല്ലെങ്കിൽ ഇമ്മ്യൂണൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ആർട്ടിഫിഷ്യൽ മെത്തേഡാണ്, കൃത്രിമമായിട്ട് ഉണ്ടാക്കുന്നതാണ്. എന്താണ്? ഏതെങ്കിലും ഒരു രോഗകാരി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു
പാത്തോജൻസിനെ എക്സ്പെക്ട് ചെയ്തിട്ട് അത് തടയുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ബോഡി എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ബോഡിക്ക് കൃത്രിമമായിട്ട് കൊടുക്കുന്ന ഒരു സംഭവമാണ് പ്രതിരോധവൽക്കരണം അല്ലെങ്കിൽ ഇമ്മ്യൂണൈസേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ആർജിച്ചെടുക്കുന്ന പ്രതിരോധ ശേഷിയെ നമ്മൾ കൃത്രിമ പ്രതിരോധ ശേഷി എന്നാണ് വിളിക്കുന്നത്. ഇതിനകത്ത് ഡിഫ്തീരിയ, ടെറ്റനസ് അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ശരീരം അത് തിരിച്ചറിഞ്ഞ് അതിനെ പ്രതിരോധിക്കുമ്പോഴേക്കും അത് നന്നായിട്ട് പെരുകിയിട്ടുണ്ടാകും. അതെന്താണ് ഈ പറഞ്ഞ മരണം വരെ വരാനുള്ള അല്ലെങ്കിൽ മരണം വരെ സംഭവിക്കാനുള്ള സാധ്യത ഏറെയാണ്. അപ്പം അത്തരം സന്ദർഭങ്ങൾ ഒഴിവാക്കാനായിട്ട് നമ്മളെന്താ കൃത്രിമമായിട്ട് പ്രതിരോധ മാർഗ്ഗങ്ങളെയാണ് ആശ്രയിക്കുന്നത്. അതിൻ്റെ പേരാണ് വാക്സിനേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം, നിങ്ങളൊക്കെ വാക്സിൻ എടുത്തിട്ടുള്ളതാണ്. ഓക്കെ, അതെന്താണ്, അത് കൂടിയ ഇനം പാത്തോജൻസ് ആണ്. അതൊക്കെ നമ്മുടെ ശരീരത്തിൽ കയറി കഴിഞ്ഞ് നമ്മുടെ ബോഡി തിരിച്ചറിഞ്ഞ് വരുമ്പോഴേക്കും നമ്മൾ വടിയായിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അതില്ലാതിരിക്കാനായിട്ട് നേരത്തെ നമ്മൾ മുൻകൂട്ടി അതിനെതിരെ പ്രവർത്തിക്കാനായിട്ട് നമ്മുടെ ബോഡീനെ സജ്ജമാക്കി വെക്കുന്നത്. എന്താണ്, ആർട്ടിഫിഷ്യലിയാണ് സജ്ജമാക്കി വെക്കുന്നത്. അത്തരം മെഡിസിൻസിന് അല്ലെ അതിനെയാണ് നമ്മൾ വാക്സിൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനായി ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് വാക്സിൻ എന്ന് പറയുന്നത്. എഡ്വാർഡ് ജെന്നർ ആണ് ഈ വാക്സിൻ ആദ്യമായിട്ട് കൊണ്ടുവന്നത്. 18ാം നൂറ്റാണ്ടിലുള്ള ഒരു ഇംഗ്ലീഷ് ഡോക്ടറാണ് എഡ്വാർഡ് ജെന്നർ എന്ന് പറയുന്നത്. ഇത് ഗോവസൂരി വന്ന ആൾക്കാർക്ക് വീണ്ടും വരുന്നില്ല. അപ്പോൾ മനസ്സിലായ എന്താണ്, അതായത് ഒരു കുട്ടിയുടെ ഗോവസൂരിയുടെ രോഗാണുക്കളടങ്ങിയ സ്രവം കുത്തിയെടുത്ത് അദ്ദേഹം ആ ആശയം എന്താണ് വിജയകരമായിട്ട് പരീക്ഷിച്ചു. അതായത് ആ അസുഖം വന്ന ആൾക്കാരിൽ എന്താണ് അതിനെതിരെയുള്ള ഒരു ആൻറ്റിബോഡി ബോഡിയിൽ നിർമ്മിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കി. അപ്പോൾ അതിൽ നിന്നുള്ള ഒരു അസുഖത്തിന് കാരണമായ സംഭവം അതിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുകയും അത് ഒരാളുടെ ബോഡിയിൽ ഇഞ്ചെക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അവർക്കൊരു ആൻറ്റിബോഡി അവരുടെ ബോഡിയിൽ ക്രിയേറ്റ് ആകുന്നു എന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് വാക്സിൻസിൻ്റെ കണ്ടുപിടുത്തങ്ങൾക്ക് ഒരു തുടക്കം കുറിച്ചത്. അപ്പോൾ അതിനായിട്ട് പശു എന്നർത്ഥം വരുന്ന വാക്ക എന്ന് പറയുന്ന ലാറ്റിനിൽ നിന്നാണ് വാക്സിൻ എന്ന് പറയുന്ന വാക്ക്, ഓക്കെ, വാക്സിൻ എന്ന് പറയുന്ന വാക്ക് കൂടിച്ചേർത്തത്. ജെന്നർ വാക്സിനേഷൻ്റെ പിതാവായിട്ടാണ് നമ്മൾ പറയുന്നത്. ജെന്നറിനെ വാക്സിനേഷൻ്റെ പിതാവായിട്ടാണ് കണക്കൂട്ടുന്നത്. ഓക്കെ, ഇനി നമ്മൾ വാക്സിൻസിൻ്റെ പേരാണ് കേട്ടോ പഠിക്കുന്നത്. ഫസ്റ്റ് MMR ആണ്. MMRൽ അടങ്ങിയിരിക്കുന്ന ഘടകം എന്ന് പറഞ്ഞാൽ കണ്ടെയ്ൻ ന്യൂട്രലൈസ്ഡ് പ്രോട്ടീൻസ്, പാത്തോജൻസ്, അതായത് നിർവീര്യമായിരിക്കുന്ന രോഗകാരികളാണ് അതിലടങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതെന്തിനെതിരെയാണ് പ്രതിരോധിക്കുന്നത്? അഞ്ചാമന്, അതുപോലെ തന്നെ മംസ്, റുബല്ല അങ്ങനെയുള്ള കാര്യങ്ങൾ, മുണ്ടുനീര് കാര്യങ്ങളൊക്കെയാണ് അതിനെതിരെ പ്രവർത്തിക്കുന്ന വാക്സിനാണ് MMR എന്ന് പറയുന്നത് കേട്ടോ. മീസ്ലസ്, മംസ്, റുബല്ല എന്നീ രോഗങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന വാക്സിനാണ് MMR എന്ന് പറയുന്നത്. കുട്ടികളിലൊക്കെ എടുക്കോട്ടെ ഇത്. OPV എന്ന് വെച്ചാൽ കണ്ടെയ്ൻ ഡെഡ് പാത്തോജൻസ്, മൃതരോഗകാരികളാണ് ആ പറയുന്ന ആ ഒരു വാക്സിനിൽ അടങ്ങിയിരിക്കുന്നത്. ഇത് പോളിയോ മെലിറ്റിസ്, അതായത് പോളിയോ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പോളിയോ മൈലറ്റീസ് എന്ന് പറയുന്ന പോളിയോ മൈലറ്റീസ് എന്ന് പറയുന്ന ആ ഒരു രോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് OPV, അതായത് ഓറലായിട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഓറലായിട്ട് കൊടുക്കുകയാണ്. വായിക്കൂടി കുട്ടിക്കിടക്ക് പോളിയോ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? ആ പോളിയോ കൊടുക്കേണ്ട ദിവസം ഇന്നതാണ്, അത് ഈ സംഭവമാണ്. ഓക്കെ, ഇനി HPV വാക്സിൻ, അതായത് രോഗകാരിയുടെ ഭാഗങ്ങളാണ്. കണ്ടെയ്ൻ പാർട്സ് ഓഫ് പാത്തോജൻസ് ആണ് അതിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്നത്. മരുന്നിനുള്ളിൽ വാക്സിനുള്ളിൽ അടങ്ങിയിരിക്കുന്നത് അതാണ്. ഇനി സെർവിക്കൽ ക്യാൻസർ ഒഴിവാക്കാനായിട്ടാണ് കേട്ടോ. സെർവിക്കൽ ക്യാൻസറിനെതിരെയാണ് ആ വാക്സിൻ ഉള്ളത്. ഇനി കോവിഡ്-19 കണ്ടെയ്ൻ പാർട്ട് ഓഫ് ദ ജനറ്റിക് മെറ്റീരിയൽ ഓഫ് ദ പാത്തോജൻ, ഈ രോഗകാരിയുടെ ജനിതക വസ്തുക്കൾ ഭാഗങ്ങൾ അടങ്ങിയിരിക്കുന്നതാണ് ആ വാക്സിനകത്തുള്ളത്. അത് ഏത് അസുഖം വരാതിരിക്കാണ്? കോവിഡ്-19. ഓൾറെഡി അറിയാവുന്ന ഒരു കാര്യം. നിങ്ങൾ പക്ഷേ ഈ വാക്സിൻ എടുത്തിട്ടുണ്ടാവില്ല, പക്ഷേ മിസ്സൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി വാക്സിനുകളും അതിലെ ഘടകങ്ങൾ, അതായത് ഒന്നില്ലെങ്കിൽ ആ വാക്സിൻ്റെ ഉള്ളിൽ എന്തായിരിക്കും? അലൈവ് ഓർ ഡെഡ് ന്യൂട്രലൈസ്ഡ് ജംസ്, ജീവനുള്ളത് ചത്തതുമായിട്ടുള്ള നിർവീര്യമായിട്ടുള്ള അണുക്കളായിരിക്കും ഈ പറയുന്ന വാക്സിൻസിലുള്ളത്. ഓക്കെ അല്ലേ? നിർവീര്യമായിരിക്കുന്ന വിഷവസ്തുക്കൾ അല്ലെങ്കിൽ രോഗകാരിയുടെ കോശഭാഗങ്ങൾ അങ്ങനെയൊക്കെയാണ് ഈ വാക്സിൻസുള്ളിൽ അടങ്ങിയിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി വാക്സിൻസിൻ്റെ പ്രവർത്തനം, അതായത് വാക്സിൻസ് എന്താണ് ശരീരത്തിൽ കയറിയിട്ട് ആൻറ്റിജനുമായിട്ട് പ്രവർത്തിക്കുന്നു. ഇത് നമ്മുടെ ശരീരത്തിലെ പ്രതിരോധ സംവിധാനം, ഇമ്മ്യൂണിറ്റി സംവിധാനത്തിനെ എന്ത് ചെയ്യുന്നതാണ്? സ്റ്റിമുലേറ്റ് ചെയ്യുക, ഉത്തേജിപ്പിച്ചിട്ട് രോഗകാരികൾക്കെതിരെ ഒരു ആൻറ്റിബോഡി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ രോഗകാരികൾക്കെതിരെ ഒരു ആൻറ്റിബോഡി ഉൽപ്പാദിപ്പിക്കാൻ ഇതിനെ സഹായിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഈ പറയുന്ന വാക്സിൻസിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത്. ഈ ആൻറ്റിബോഡി എന്താണ് ശരീരത്തിൽ കുറേ കാലം നിലനിൽക്കുകയും ആ അസുഖം വരുമ്പോൾ എന്താണ് നമുക്ക് സംരക്ഷണം തരികയും ചെയ്യുന്നുണ്ട്. കൃത്രിമമായിട്ട് ഡോസുകൾ സ്വീകരിക്കുന്നതിലൂടെ വർഷങ്ങളോളം അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ആ രോഗത്തിൽ നിന്ന് നമുക്ക് സംരക്ഷണം കിട്ടുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് വാക്സിൻസിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത്. ഇനി പ്രതിരോധ വ്യവസ്ഥയെ ശക്തിപ്പെടുത്താനുള്ള മാർഗ്ഗങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത്, അതിനായിട്ട് നമ്മൾ നന്നായി വെള്ളം കുടിക്കുക. ഓക്കെ, നല്ല രീതിയിൽ വെള്ളം കുടിക്കുക, അതുപോലെ എക്സസൈസ് ചെയ്യുക. ഇനി അതുപോലെ തന്നെ ഭയങ്കര നിസ്സാര കാര്യങ്ങൾക്ക് ടെൻഷൻ അടിക്കുന്നവരാണെങ്കിൽ അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട, എല്ലാത്തിനും കൂളായിട്ട് എടുക്കുക. ഈറ്റ് ഹെൽത്തി, ആരോഗ്യകരമായിരിക്കുന്ന ഭക്ഷണം കഴിക്കുക. നമ്മൾ കറക്റ്റായിട്ട് പേഴ്സണൽ ഹൈജീൻ, നമുക്ക് വ്യക്തി ശുചിത്വം വേണം. അതുപോലെ നന്നായി ഉറങ്ങണം. അതായത് നിങ്ങൾ കുറച്ച് പിള്ളേരൊക്കെ 12 മണി 1 മണി 2 മണിയൊക്കെ വരെ ഫോൺ നോക്കിയിരിക്കുന്നുണ്ട്, അങ്ങനെയൊന്നും പാടില്ല. നമ്മൾ കറക്റ്റായിട്ട് ഉറങ്ങിയിരിക്കണം. അതുപോലെ കറക്റ്റായിട്ട് വാക്സിനേഷൻ എടുത്തിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ പറഞ്ഞ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ കറക്റ്റ് സ്ട്രെങ്തൻ ആക്കാനായിട്ട് സഹായിക്കുന്നത് കേട്ടോ. ഇനി കുത്തിവെക്കുന്നതല്ലാതെ ഏതെങ്കിലും വാക്സിനുകളെ കണ്ടെത്തൂ എന്നാണ്. അതായത് നമ്മൾ എല്ലാ വാക്സിൻസും കുത്തിവെച്ചിട്ടൊന്നും അല്ല
പോളിയോ ഒക്കെ എന്താണ് ഓറലി ഉള്ളതാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. നമ്മൾ ഓറലായിട്ടോ അതിൽ മൂക്കിലൂടെയൊക്കെ കൊടുക്കുന്നത് എന്താണ് വാക്സിൻസ് തന്നെയാണ്. കുത്തിവെച്ചാൽ മാത്രം അത് വാക്സിൻ ആകുമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ. ഇനി ഡിസീസ്, രോഗങ്ങൾ, അതായത് പ്രതിരോധ വ്യവസ്ഥയ്ക്ക് ഉണ്ടാകുന്ന തകരാറ്, ജനിതക തകരാറ്, അല്ലെങ്കിൽ എന്താണ് ആരോഗ്യമായിരിക്കുന്ന ജീവിതശൈലി, അതായത് നമ്മൾ ഭയങ്കരമായിട്ട് ജങ്ക് ഫുഡ്സ് കഴിക്കുന്നു, സോഫ്റ്റ് ഡ്രിങ്ക്സ് കഴിക്കുന്നു, മദ്യപിക്കുന്നു, സ്മോക്കിംഗ്, അതൊക്കെ എന്താണ് ഈ പറയുന്ന പോലെ ശരീരത്തിൻ്റെ മൊത്തം നില അല്ലെങ്കിൽ ആന്തര സംസ്ഥിതി അല്ലെങ്കിൽ ഹോമിയോസ്റ്റാസിസ് തകരാറിലാക്കാനും അതെന്താണ് രോഗങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നുണ്ട്. ഒരാളുടെ ജീവിതകാലം ഉണ്ടാകുന്ന രോഗങ്ങൾ പാരമ്പര്യമായിട്ട് ഉണ്ടാകാം കേട്ടോ. അതായത് നമ്മുടെ ജീവിതശൈലി കൊണ്ട് മാത്രമല്ല, അല്ലെങ്കിൽ എന്താണ് ഈ പറയുന്ന പാത്തജൻസ് കൊണ്ട് മാത്രമല്ല, അതല്ലാതെയും എന്താണ് നമുക്ക് ഈ പറഞ്ഞ പാരമ്പര്യമായിട്ടും ചില അസുഖങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, ഇനി അക്യൂട്ട് ഡിസീസ്, ആർജിത രോഗങ്ങൾ കേട്ടോ. ഒരാളുടെ ജീവിത കാലയളവിൽ ഉണ്ടാകുന്ന രോഗങ്ങളെയാണ്, അതായത് ഒരാൾ ജനിച്ചു തൊട്ട് മരണം വരെ ഉണ്ടാകുന്ന ആ ഒരു അസുഖമാണ് അക്യൂട്ട് ഡിസീസ്. ഒരാളുടെ ജീവിത കാലയളവിൽ ഉണ്ടാകുന്ന രോഗങ്ങളാണ് ആർജിത രോഗങ്ങൾ അല്ലെങ്കിൽ അക്യൂട്ട് ഡിസീസസ് എന്ന് പറയുന്നത്. ഡിസീസസ് വിച്ച് occur during the course of one life is called അക്യൂട്ട് ഡിസീസസ്. ഇനി അത് ചിലപ്പോൾ പരിസ്ഥിതി ഘടകങ്ങളാവും, എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ആവാം, പാത്തോജൻസ് രോഗാണുക്കളാവും, ലൈഫ് സ്റ്റൈൽ എന്നിവയൊക്കെയാണ് ഇത്തരം രോഗങ്ങൾക്ക് കാരണമാകുന്നത്. ഓക്കെ, ഇനി രോഗങ്ങൾ രണ്ട് തരത്തുണ്ട്. കമ്മ്യൂണിക്കബിൾ ഉണ്ട്, അതുപോലെ നോൺ കമ്മ്യൂണിക്കബിൾ ഉണ്ട്. അതായത് പകരുന്നവയുണ്ട്, പകരാത്തവയുണ്ട്. അത് നമുക്ക് ഓൾറെഡി അറിയാം, അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. പക്ഷേ ഇങ്ങനെ ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കമ്മ്യൂണിക്കബിൾ ഡിസീസ് അല്ലെങ്കിൽ സാംക്രമിക രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ, പകരുന്ന രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ രോഗാണുക്കൾ എന്താണ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നു. അത്തരം രോഗങ്ങളെയാണ് എന്ത് വിളിക്കുന്നത്, കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡിസീസസ് കോസ്ഡ് ബൈ എ പാത്തോജൻ ട്രാൻസ്മിറ്റഡ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ. അതായത് ഒരു പേഴ്സണിൽ നിന്ന് അടുത്ത പേഴ്സണിലേക്ക് രോഗങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, പകരുന്നുണ്ട്. അത്തരം രോഗങ്ങളെയാണ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, സാംക്രമികേതര രോഗങ്ങൾ എന്നാണ് പറയുന്നത്. അതായത് രോഗാണുക്കളുടെ കാരണമല്ലാതെ ജീവിതശൈലി, ഭക്ഷണം അല്ലെങ്കിൽ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് എന്നിവ കാരണം ഉണ്ടാകുന്നതും ഒരാളിലേക്ക് പകരാത്തതുമായിട്ടുള്ള അസുഖം. അതായത് പ്രഷർ, നമ്മൾ ഭയങ്കരമായിട്ട് ഫാറ്റ് അടങ്ങിയിരിക്കുന്ന ഭക്ഷണം കഴിച്ച് പ്രഷർ, അതിപ്പോൾ എന്നെ തൊട്ട് എനിക്ക് പ്രഷർ ഉണ്ടെന്ന് വെച്ചാൽ എന്നെ തൊട്ടെന്ന് വെച്ചാൽ ഇവിടെ ഇരിക്കുന്ന സാറിന് വരാൻ പോകുന്നില്ല. ഓക്കെ, അത്തരം രോഗങ്ങളെയാണ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി പകർച്ചവ്യാധികളുടെ അല്ലെങ്കിൽ രോഗപകർച്ചയുടെ രീതികളാണ് കേട്ടോ. എങ്ങനെയാണ് ഡിസീസസ് ട്രാൻസ്മിഷൻ സംഭവിക്കുന്നത് എന്നുള്ളതാണ്. ഫസ്റ്റ് വാട്ടറിലൂടെ, അതായത് ഞാൻ വേറെ ഇങ്ക് കാണിക്കാം. യെസ്, ഫസ്റ്റ് അതായത് മലിനമാക്കപ്പെടുന്ന ആഹാരത്തിലൂടെയും അതുപോലെ തന്നെ വെള്ളത്തിലൂടെയും എന്താണ് നമുക്ക് അസുഖങ്ങൾ വരുന്നുണ്ട്. അതുപോലെ ഒരാൾ തുമ്മുകയോ അല്ലെങ്കിൽ ചുമക്കുകയോ ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ തൊട്ടടുത്ത് വന്ന് നിൽക്കുകയാണെങ്കിൽ നമ്മൾക്കും ആ തുമ്മലും ചുമയും അങ്ങനെയുള്ള പാത്തജൻസ് നമ്മുടെ ശരീരത്തിൽ കയറുന്നുണ്ട്. അതുപോലെ എന്താണ് ഈ പറയുന്ന എയറിലൂടെ വരുന്നുണ്ട്. ഓക്കെ, അതെനിക്ക് തോന്നുന്നു ചില അസുഖങ്ങളൊക്കെ ട്യൂബർക്കുലോസിസ് ഒക്കെ ഇല്ലേ, അതായത് ക്ഷയമൊക്കെ ഈ പറയുന്ന പോലെ ഒരാൾ ഇങ്ങനെ ചുമക്കുകയാണെങ്കിൽ ഇത് എയറിൽ അതിൻ്റെ പാർട്ടിക്കിൾസ് ഉണ്ടാകും, അതുവഴി നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് ഈ പറയുന്ന ഏജൻറ്റ്, അതായത് ഈ എന്താണ് കോഴി, എലി അല്ലെങ്കിൽ കൊതുക് അങ്ങനെയുള്ള കാര്യങ്ങൾ, പട്ടി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വഴി, ഡോഗൊക്കെ വഴി എന്താണ് അസുഖങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, നമ്മുടെ പട്ടി വഴിയിട്ട് എന്താ മറ്റേ പേവിഷബാധയില്ലേ അതുവഴി, കൊതുക് വഴി എന്തൊക്കെയാണ് കുറേ അസുഖങ്ങൾ വരുന്നുണ്ട്. എലി വഴി എലിപ്പനി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇനി നേരിട്ട് ത്രൂ ഡയറക്റ്റ് കോണ്ടാക്റ്റിലൂടെ വരുന്ന അസുഖങ്ങളുണ്ട്. ഓക്കെ, ഇനി അതുപോലെ തന്നെ സർഫേസിലൂടെ, അതൊക്കെ ചില ആൾക്കാർ മൂക്കിലിങ്ങനെ കോൾഡ് ആയിരിക്കും, അപ്പോൾ മൂക്കിൽ ജസ്റ്റ് തൊട്ടിട്ട് അവരെങ്ങാനും ഇവിടെ കൈ പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഒന്ന് കൈ പിടിക്കുകയാണെങ്കിൽ എന്താണ് നമുക്ക് ആ കൈ പിടിച്ച ആ വെച്ച കൈ നമ്മൾ ജസ്റ്റ് മുഖത്തൊക്കെ എവിടെയെങ്കിലും തൊടുകയാണെങ്കിൽ നമുക്കും അതുവഴി എന്താണ് അസുഖങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, ഇനി മനുഷ്യരിൽ രോഗമുണ്ടാക്കുന്ന സൂക്ഷ്മജീവികൾ ഏതൊക്കെയാണ് മനുഷ്യരിൽ രോഗം ഉണ്ടാകുന്ന? വിച്ച് ആർ ദ മൈക്രോ ഓർഗാനിസം ദാറ്റ് കോസ് ഡിസീസസ് ഇൻ ഹ്യൂമൻ? ഏതൊക്കെ? ബാക്ടീരിയ ഉണ്ട്, വൈറസ് ഉണ്ട്, ഫംഗസ് ഉണ്ട്, പ്രോട്ടോസോവ ഉണ്ട്, അതുപോലെ തന്നെ വോംസ് ഉണ്ട്. അതായത് ബാക്ടീരിയ, വൈറസ്, ഫംഗസ്, പ്രോട്ടോസോവ, വിരകൾ എന്നിവയാണ് എന്ത് മനുഷ്യരിൽ അസുഖങ്ങൾ ഉണ്ടാകുന്നത്. അതിനകത്ത് ആദ്യത്തെ ആളാണ് ബാക്ടീരിയ. അതായത് ശരീരത്തിൽ പ്രവേശിച്ച് പെരുകുമ്പോൾ പുറത്തുവിടുന്ന ടോക്സിൻസുകൾ എന്താണ് നമ്മുടെ ഈ പറയുന്ന ശരീരത്തിലെ ടിഷ്യൂസിനെ നശിപ്പിക്കുകയും നമ്മുടെ ഈ പറയുന്ന ശാരീരിക പ്രവർത്തനങ്ങളെ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്റ്റർബ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതാണ് ബാക്ടീരിയ ചെയ്യുന്ന കാര്യം. പുള്ളിക്കാരൻ നമ്മുടെ ശരീരത്തിലേക്ക് കയറി കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ ആ കയറി കഴിഞ്ഞ് അകത്തുണ്ടാകുന്ന സെൽസിനെയൊക്കെ നശിപ്പിക്കുകയും അതുപോലെ മറ്റ് പ്രവർത്തനങ്ങളെയൊക്കെ ഡിസ്റ്റർബ് ചെയ്യുകയും ചെയ്യുകയാണ് നമ്മുടെ ബാക്ടീരിയ ചേട്ടൻ്റെ പണി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ചിലത് സം പ്രൊഡ്യൂസ് എൻസൈം വിച്ച് ഡാമേജ് സെൽ. അതായത് ചില ബാക്ടീരിയസ് ചില ചില എൻസൈംസിനെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് നമ്മുടെ സെൽ മെംബ്രെയിനെയും അതുപോലെ തന്നെ സെൽസിനെയും എന്ത് ചെയ്യുന്നുണ്ട്, നശിപ്പിക്കുന്നുണ്ട്. ഓക്കെ, ഇനി അപ്പോൾ നമുക്ക് ബാക്ടീരിയ പരത്തുന്ന രോഗങ്ങൾ പഠിക്കാം. ആദ്യത്തെയാണ് ഏതാണ്? ക്ഷയം. ഓക്കെ, ട്യൂബർക്കുലോസിസ് എന്നാണ് പറയുന്നത്. അതിൻ്റെ പാത്തജൻ രോഗകാരി എന്ന് പറയുന്നത് മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസ്. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കട്ടെ, ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ബാക്ടീരിയ വരുത്തുന്ന നല്ല അടിപൊളി രോഗമാണ് എന്ത്? ക്ഷയം അല്ലെങ്കിൽ ട്യൂബർക്കുലോസിസ് എന്ന് പറയുന്നത്. അതിന് കാരണക്കാരനായിരിക്കുന്ന ബാക്ടീരിയയുടെ പേരാണ് മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസ്, അല്ലെങ്കിൽ അതിന് മലയാളം അത് തന്നെയാണ് പറയുന്നത്. മോഡ് ഓഫ് ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ പകർച്ച രീതി എന്ന് പറയുന്നത് ബൈ ബ്രീത്തിങ് ബൈ ദ ടൈനി ഡ്രോപ്ലെറ്റ് റിലീസ്ഡ് ഇൻ ടു ദ എയർ വെൻ ദ പേഷ്യൻറ്റ്
ആൻഡ് കഫിങ്, സ്നീസിങ് ഓർ ടോക്കിംഗ്. അതായത് രോഗി ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ സംസാരിക്കുമ്പോൾ എന്താണ് വായുവിലൂടെ എന്താണ് ഈ പറയുന്ന രോഗാണുക്കൾ വരികയും നമ്മൾ അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മളത് ശ്വസിക്കുന്നതിലൂടെ നമുക്കും എന്താണ് ഈ പറയുന്ന ക്ഷയം വരുന്നുണ്ട്, അല്ലെങ്കിൽ ട്യൂബർക്കുലോസിസ് വരുന്നുണ്ട്. ഏത് ഭാഗത്തെയാണ് ബാധിക്കുന്നതെന്നാണ് മെയിനായിട്ട് ശ്വാസകോശത്തെ ബാധിക്കുന്നത്. പിന്നെ അതെന്താണ് നമ്മുടെ ഈ പറഞ്ഞ കിഡ്നിനെയും അതുപോലെ തന്നെ അസ്ഥികളെയും അതുപോലെ ബ്രെയിനെയും ബാധിക്കുന്നുണ്ട്. സിംറ്റം എന്താണെന്ന് വെച്ചാൽ മെയിൻ സിംറ്റം എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് ചുമയായിരിക്കും. ഒരു 2 ആഴ്ചയിൽ കൂടുതൽ കണ്ടിന്യൂസ് ചുമയാണെങ്കിൽ ഒന്ന് ക്ഷയം നമ്മൾ ടെസ്റ്റ് ചെയ്യണം. ഓക്കെ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഡോക്ടറിനെ കാണാൻ പോയിട്ടുണ്ട്, ഡോക്ടർ എനിക്ക് 2 ആഴ്ച 3 ആഴ്ച നിർത്താത്ത ചുമയെന്ന് പറയുന്നത് അവർ എന്ത് ചെയ്യും, ഈ പറയുന്ന പോലെ ട്യൂബർക്കുലോസിസ് ചെക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ മറ്റൊരു സിംറ്റമാണ് വെയിറ്റ് ലോസ്. ഭയങ്കരമായിട്ട് വെയിറ്റ് ലോസും. ഈ 2 ആഴ്ചക്കുള്ളിൽ ഒരു 5-6 കിലോ പെട്ടെന്ന് കുറയും. ഞാനത് കണ്ടിട്ടുള്ളതാണ്. എൻ്റെ നെയ്ബർ ഉണ്ടായിരുന്നു, പുള്ളിക്കാരൻ പെട്ടെന്ന് ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താ പെട്ടെന്ന് ക്ഷീണിച്ചതെന്ന് പറഞ്ഞപ്പോൾ വയ്യ അതുകൊണ്ടാണെന്ന് പറഞ്ഞു. പിന്നെ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഈ പറഞ്ഞ പോലെ ട്യൂബർക്കുലോസിസ് ആണ്, ക്ഷയമാണെന്ന് മനസ്സിലായത്. ഓക്കെ, പിന്നെ ഭയങ്കര ക്ഷീണമായിരിക്കും, വിശപ്പില്ലായ്മയായിരിക്കും, അതുപോലെ തന്നെ എന്താണ് നീ ഛർദ്ദിക്കുന്നതിൻ്റെ ഒപ്പം, അതായത് നമ്മൾ ചുമച്ച് കഫം പോകുമ്പോൾ ബ്ലഡിൻ്റെ അംശവും കാണാൻ പറ്റും. നമ്മളപ്പോൾ വിചാരിക്കും വൊമിറ്റ്, ബ്ലഡ് ഛർദ്ദിച്ചതാണെന്ന് തോന്നും. പക്ഷെ അങ്ങനെയല്ല, കഫം റെഡിഷ് കളറായിട്ട് പോകുന്നതാണ്. അതൊക്കെയാണ് നമ്മുടെ ഈ പറഞ്ഞ ട്യൂബർക്കുലോസിസിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത്. ഇനി എന്താണ് പ്രിവെൻറ്റ്? BCG എന്ന് പറയുന്ന വാക്സിനാണ് കേട്ടോ. ഇത് വാക്സിനാണ് നമ്മുടെ ഈ പറഞ്ഞ ട്യൂബർക്കുലോസിസിനെതിരെയുള്ള വാക്സിൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഒന്നിലധികം ആൻറ്റിബയോട്ടിക്കുകളും ഒരുമിച്ച് ഉപയോഗിക്കുന്നതും പിന്നെ ദീർഘകാല ചികിത്സയുടെ ഡോട്ട്സ് എന്നാണ് പറയുന്നത് കേട്ടോ. ഡോട്ട്സ് എന്ന് പറയുന്ന സംഭവമാണ് യൂസ് ചെയ്യുന്നത്. ഇനി ബാക്ടീരിയയുടെ അടുത്ത ഡിസീസസ് ആണ് എലിപ്പനി. എലിപ്പനി എന്ന് പറയും. ലെപ്റ്റോസ്പൈറോസിസ് അല്ലെങ്കിൽ റാറ്റ് ഫീവർ എന്നാണ് പറയുന്നത്. അതിൻ്റെ രോഗകാരി എന്ന് പറയുന്നത് ലെപ്റ്റോസ്പൈറ എന്ന് പറയുന്ന ബാക്ടീരിയയാണ് എലിപ്പനിക്ക് കാരണമാകുന്നത്. പകർച്ചവ്യാധി എന്ന് വെച്ചാൽ എലിമൂത്രം കലർന്ന ജലത്തിൽ നമ്മുടെ കാലിൽ എവിടെയെങ്കിലും മുറിവുണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് ചവിട്ടുമ്പോൾ അതിലൂടെ കയറി പോകുന്നുണ്ട്. അല്ലെങ്കിൽ എലിമൂത്രം കലർന്ന വെള്ളം നമ്മൾ എടുത്തിട്ട് മുഖം കഴുകാന്ന് വെച്ചാൽ മൂക്കിലൂടെ കണ്ണിലൂടെയൊക്കെ എന്താണ് നമ്മുടെ ഈ പറയുന്ന സെൽ മെംബ്രെയിൻ്റെ അകത്തേക്ക് വരികയും പിന്നീട് നമുക്ക് എന്താണ് മ്യൂക്കസ് മെംബ്രെയിൻ്റെ ഉള്ളിലേക്ക് കയറുകയും പിന്നീട് നമുക്ക് ഈ പറഞ്ഞ എലിപ്പനി ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ഇനി പാർട്ട് ഓഫ് ദ ബോഡി എഫക്റ്റഡ്, ബാധിക്കുന്ന ഭാഗം ഏതാണ്? കിഡ്നി, അതുപോലെ ലിവർ, ലങ്സ് ഒക്കെയാണ്. വൃക്കകൾ, കരൾ, ശ്വാസകോശമാണ് ബാധിക്കുന്നത്. ഇനി എന്തൊക്കെയാണ് സിംറ്റംസ്, ക്ഷീണങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പനി വരും, ഭയങ്കര തലവേദന എന്ന് വെച്ചാൽ സഹിക്കാൻ പറ്റാത്ത തലവേദനയായിരിക്കും. അതുപോലെ നമ്മുടെ കൈയും കാലൊക്കെ ഭയങ്കര വേദനയായിരിക്കും. കണ്ണ് ഭയങ്കരമായിട്ട് ചുവന്ന നിറമായിട്ട് മാറും. അതുപോലെ തന്നെ ഭയങ്കര ഛർദി ആയിരിക്കും, എന്ത് കഴിച്ചാലും ഛർദി തന്നെയായിരിക്കും. അതാണ് എന്താ ഈ പറയുന്ന എലിപ്പനിയുടെ സിംറ്റം എന്ന് പറയുന്നത്. ഇനി പ്രിവെൻഷൻ ട്രീറ്റ്മെൻറ്റ്, പ്രതിരോധ ചികിത്സകൾ എന്താണ്? യൂസ് പ്രിവെൻറ്റീവ് മെഡിസിൻസ്, ട്രീറ്റ്മെൻറ്റ് യൂസിങ് ആൻറ്റിബയോട്ടിക്കും കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ എലിപ്പനിയുടെ ഒക്കെ കാര്യം എന്ന് വെച്ചാൽ കറക്റ്റ് സമയത്ത് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു, അല്ലെങ്കിൽ അത് മരണത്തിലേക്ക് വരെ നയിക്കുന്നുണ്ട് കേട്ടോ. കറക്റ്റ് സമയത്ത് നമ്മൾ ഒരു 3 ദിവസം വരെ നമുക്ക് പനി മാറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യണം. നമ്മൾ ഈ പാരസിറ്റാമോളും വെച്ചിരുന്നിട്ട് കാര്യമില്ല. 3 ദിവസം കഴിഞ്ഞ് പനി മാറിയില്ലെങ്കിൽ എന്താ മീൻ ചെയ്യുന്നത്? നമ്മുടെ ബോഡിക്ക് ആ പാത്തോജൻസിനെ നശിപ്പിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ വീണ്ടും ടെമ്പറേച്ചർ കൂട്ടിക്കൊണ്ടിരിക്കുക. നമ്മുടെ ബോഡി വിചാരിക്കും ഞാനിങ്ങനെ ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പാത്തോജൻ നശിക്കുമെന്ന് പറഞ്ഞിട്ട് ടെമ്പറേച്ചർ ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുക. പക്ഷേ അങ്ങനെ ടെമ്പറേച്ചർ എപ്പോഴും കൂടിയിരുന്നാലും നമ്മുടെ ഇന്റേണൽ ഓർഗൻസിന് അത് കേടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 3 ദിവസത്തിൽ കൂടുതൽ പനിയാണെന്നുണ്ടെങ്കിൽ ഡോക്ടറിനെ കൊണ്ടോ കാണിക്കുക. ഡോക്ടർ ഫസ്റ്റ് ചോദിക്കുന്നത് അതായിരിക്കും, എത്ര ദിവസമായി പനി തുടങ്ങി എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ 3 ദിവസത്തിൽ കൂടുതലാണെങ്കിൽ ഡോക്ടർ പറയും ഞാനൊരു ആൻറ്റിബയോട്ടിക് തരാമെന്ന് പറയും. ആൻറ്റിബയോട്ടിക്കും കഴിച്ചിട്ട് മാറിയില്ലെങ്കിൽ വരാൻ പറയും. ഒന്നിൽ 3 ദിവസം ആൻറ്റിബയോട്ടിക് ആയിരിക്കും എഴുതുന്നത്. 3 ദിവസം കഴിഞ്ഞിട്ട് മാറിയില്ലെന്ന് പറയുമ്പോൾ ഡോക്ടർ എന്ന് നമുക്ക് ബ്ലഡ് ചെക്ക് ചെയ്തൊക്കെ എന്തോ കാര്യമായിട്ടുള്ള കാര്യം എന്നുള്ളത് മനസ്സിലാക്കും. അങ്ങനെയാണ് ഇത് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഡോക്ടറിനെ കാണിക്കാതെ അല്ലെങ്കിൽ മരണം വരെ സംഭവിക്കും. ഇനി അടുത്തതാണ് വൈറസ്. വൈറസ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ നമ്മുടെ ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ ജെനറ്റിക്കൽ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് അവരെന്ത് ചെയ്യും, പെരുകാൻ തുടങ്ങും. അതാണ് ഉദ്ദേശിച്ചത്. വൈറസ് എൻ്റർ ദ ബോഡി മൾട്ടിപ്ലൈ യൂസിങ് ദ ജെനറ്റിക്കൽ മെക്കാനിസം ഓഫ് ദ ഹോസ്റ്റ് സെൽ. അതായത് നമ്മുടെ വൈറസ് നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോശങ്ങളിലെ ജെനറ്റിക്കൽ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് അവരെന്ത് ചെയ്യും, പെരുകാനായിട്ട് തുടങ്ങും. അതാണ് വൈറസിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത് എന്താണ്, കോശങ്ങളെ നശിപ്പിച്ച് രോഗമുണ്ടാക്കുന്നതാണ്. അതിനകത്ത് ഫസ്റ്റാണ് എയ്ഡ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ രോഗകാരി എന്ന് പറയുന്നത് ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്, HIV എന്ന് ഷോർട്ട് ഫോമിൽ പറയും. ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ആണ് നമുക്ക് HIV ഉണ്ടാക്കാൻ കാരണമായത്. ഈ സാധനമാണ് HIV കാരണമായ വൈറസ് എന്ന് പറയുന്നത്. ഇത് ബാധിക്കുന്നത് T ലിംഫോസൈറ്റിനെയാണ്. അതായത് ഈ വൈറസ് എന്ത് ചെയ്യുന്നത് വെച്ചാൽ T ലിംഫോസൈറ്റുകളെ ആക്രമിക്കുകയും അവരുടെ ജനിതക മെറ്റീരിയൽസ് അല്ലെങ്കിൽ ജനിതക സംവിധാനം ഉപയോഗിച്ചിട്ട് അവർ പെരുകാൻ തുടങ്ങും. അതുവഴി എന്താണ്, എയ്ഡ്സ് വന്ന ആൾക്കാർക്ക് T ലിംഫോസൈറ്റിൻ്റെ എണ്ണം കുറയും. അതുമൂലം ഇവർക്ക് എന്താണ്, T ലിംഫോസൈറ്റ് എന്താണ്, പ്രതിരോധത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളല്ലേ. അപ്പോൾ ഈ പറയുന്ന നമ്മുടെ പ്രതിരോധ ശേഷി കുറയുന്നു. ഇതുമൂലം ശരീരത്തിൽ ക്രമേണ പല അസുഖങ്ങൾ വരുന്നു. പിന്നെന്താണ്, അതെന്താണ്, എയ്ഡ്സ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് മാറുന്നു. അതാണ് ഈ പറയുന്ന
എയ്ഡ്സ് ബാധിക്കുന്ന രീതി എന്ന് പറയുന്നത്. ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട് പ്രൈമറി മറ്റു വൈറൽ ഡിസീസസിനെ പോലെ തന്നെയാണ് നമ്മുടെ എയ്ഡ്സിൻ്റെയും പ്രാരംഭ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ എന്താണ് പ്രതിരോധ ശേഷി കുറയുന്നതുകൊണ്ട് തന്നെ അവർക്ക് പെട്ടെന്ന് തന്നെ ട്യൂബർക്കുലോസിസ് ക്ഷയം വരാം, അതുപോലെ തന്നെ ചില ഇനം ക്യാൻസേഴ്സ് ഒക്കെ വരാം, അപ്പോൾ പിന്നെ അതിന് ന്യൂമോണിയ വരാം, പനിയൊക്കെ ചിലപ്പോൾ ആഴ്ചയിൽ 2-3 പ്രാവശ്യമൊക്കെ വന്നു പോകാൻ പറ്റും. ആഴ്ചയിൽ മാസത്തിൽ 2-3 പ്രാവശ്യമെങ്കിലും വന്നു പോകും. അപ്പോൾ അങ്ങനെ സ്ഥിരമായിട്ട് അങ്ങനെ പനി വരുമ്പോൾ ഡോക്ടേഴ്സ് ചോദിക്കും എന്താണോ ഇത്ര ഇമ്മ്യൂണിറ്റി കുറവ് എന്ന് ചോദിച്ചാൽ അങ്ങനെ ടി ലിംഫോസൈറ്റിൻ്റെ എണ്ണമൊക്കെ നോക്കിക്കുമ്പോൾ എണ്ണം കുറവൊക്കെ കാണുമ്പോഴാണ് അവരത് ചെക്ക് ചെയ്യുന്നത്. അതുവഴിയാണ് എയ്ഡ്സ് ആണെന്ന് മനസ്സിലാക്കുന്നത് കേട്ടോ. ഇനി പകരുന്ന വിധം HIV ബാധിതമായിട്ടുള്ള സെക്ഷൽ ഇൻ്റർകോഴ്സ് വഴിയുടെ സെക്ഷൽ കോണ്ടാക്റ്റ് വഴി എന്താണ് ഇവർക്ക് ഈ പറഞ്ഞ പോലെ HIV പകരുന്നുണ്ട്. HIV വിമുക്തമല്ലാത്ത സൂചികളും സിറിഞ്ചുകളും യൂസ് ചെയ്യുന്നത്, ഷെയറിങ് നീഡിൽസ് ആൻഡ് സിറിഞ്ച്, അതായത് കറക്റ്റ് HIV പേഷ്യൻറ്റിന് വെച്ച സിറിഞ്ച് യൂസ് ചെയ്തിട്ട് നമുക്കും കുത്തിക്കഴിഞ്ഞാൽ നമുക്കത് വരും. ഓക്കെ, പിന്നെ HIV അടങ്ങിയിരിക്കുന്ന രക്തമോ അവയവമോ സ്വീകരിക്കുന്നില്ല, അതായത് HIV ഉള്ള ആൾ അതറിയാതെ അവരുടെ രക്തം നമുക്ക് തരികയാനും നമുക്ക് HIV വരുന്നുണ്ട്. സാധാരണയായിട്ട് എല്ലാവരുടെയും ബ്ലഡ് ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ബ്ലഡ് ഇപ്പോൾ എനിക്കൊരു ഒരാൾക്ക് എൻ്റെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു. അപ്പോൾ നോർമലി എന്ത് ചെയ്യുന്നത് വെച്ചാൽ എൻ്റെ ബ്ലഡ് കൊടുക്കുന്നു, അവരപ്പോൾ എന്ത് ചെയ്യുന്നത് എൻ്റെ ബ്ലഡിലുള്ള എല്ലാ കാര്യങ്ങളും ടെസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്, മഞ്ഞപ്പിത്തം നോക്കുന്നുണ്ട്, HIV നോക്കുന്നുണ്ട്, എല്ലാം ചെക്ക് ചെയ്ത് ഓക്കെ ആണെങ്കിൽ മാത്രമാണ് അടുത്ത ആളിലേക്ക് അത് കൊടുക്കുകയുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ ബ്ലഡ് ബാങ്കിൽ അത് സൂക്ഷിച്ച് വയ്ക്കുള്ളൂ, അല്ലെങ്കിൽ എന്ത് ചെയ്യും നശിപ്പിക്കുന്നുണ്ട്. ഇനി എൻ്റെ ബ്ലഡ് കൊടുക്കുന്ന സമയത്ത് എനിക്ക് HIV കണ്ടിട്ടുണ്ട്, അവർ വിളിച്ചു പറയും നിങ്ങൾക്ക് HIV ഉണ്ടെന്നുള്ളത് ഇൻഫോം കൂടി ചെയ്തിരിക്കും, കാരണം അത്ര ഡേഞ്ചർ ആയിരിക്കുന്ന ഒരു കണ്ടീഷനാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നോർമലി അങ്ങനെ ബ്ലഡിലൂടെ പകരുന്ന, അതായത് രക്തദാനത്തിലൂടെ പകരുന്ന കുറവാണ്. പക്ഷേ ഒരു 3 വർഷം മുമ്പ് ഒരു ക്യാൻസർ പേഷ്യൻ്റ്, ഒരു 8 വയസ്സുകാരിക്ക് RCCയിലാണെന്ന് തോന്നുന്നത്, RCCയിലാണ്, അവിടെ ഇതുപോലെ ഏതോ ഒരാളുടെ ബ്ലഡ് സ്വീകരിച്ച വഴി ആ കുട്ടിക്ക് HIV വന്നിട്ടുണ്ടായി. കാരണം ആ HIV ബാധിതയാളുടെ ബ്ലഡാണ് എടുത്ത് അവർ ടെസ്റ്റ് ചെയ്തപ്പോൾ HIV കണ്ടില്ലെന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള വീഴ്ചകളും ചില സ്ഥലങ്ങളിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ HIV ബാധിതരായിരിക്കുന്ന ഒരാളുടെ രക്തം സ്വീകരിക്കുന്ന വഴിയും എന്താണ് അവർക്ക് HIV വരുന്നുണ്ട്. ഓക്കെ, പിന്നെ എന്താണ് HIV ബാധിതയായ അമ്മയിൽ നിന്ന് ഗർഭസ്ഥ ശിശുവിലേക്ക്, അതായത് അമ്മയ്ക്ക് HIV ആണെങ്കിൽ അത് കുട്ടിയിലേക്ക് വരുന്നുണ്ട്. ഇനി ചികിത്സ എന്ന് പറയുന്ന എയ്ഡ്സിനെ പൂർണ്ണമായിട്ട് നമുക്ക് എന്തായാലും മാറ്റാൻ പറ്റില്ല. അതായത് നോർമലി ഉള്ള ഈ പറയുന്ന ആൻറ്റി വൈറൽ ആയിരിക്കുന്ന മെഡിസിൻസ് ഒക്കെയാണ്, ആ ഒരു തെറാപ്പി വഴിയാണ് ഈ പറയുന്ന അതിൻ്റെ പെരുകൽ അല്ലെങ്കിൽ അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ കുറയ്ക്കുന്നത്. അപ്പോൾ നമ്മുടെ ശാസ്ത്രലോകം മെയിനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന എയ്ഡ്സിന് ഒരു മരുന്നൊക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഈ പറയുന്ന ആൻറ്റി വൈറൽ തെറാപ്പി വഴിയിട്ട് രോഗിക്ക് ഈ പറഞ്ഞ പോലെ ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ രോഗപ്രതിരോധ ശേഷി ഒന്നും നിലനിർത്താൻ പറ്റും, അതല്ലാതെ ഇത് പൂർണ്ണമായിട്ട് മാറ്റാനുള്ള കാര്യങ്ങൾ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ CRISPR-Cas9 എന്ന് പറഞ്ഞ സംഭവം പഠിച്ചില്ല, അതുവഴി ഈ ഇതിന് കാരണമാവുന്ന ജീനിനെ എഡിറ്റ് ചെയ്തിട്ട് മറിഞ്ഞിരിക്കുന്ന HIV ഉണർത്തി നശിപ്പിക്കാനായിട്ട് പറ്റുന്ന മരുന്നുകളും HIV വാക്സിനും കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ശാസ്ത്രലോകം. ഇതുവരെ ആയിട്ടില്ല കേട്ടോ. അതായത് ഈ പറഞ്ഞ ജീൻ എഡിറ്റിംഗ് വഴി ആ സംഭവം മാറ്റി സെറ്റ് ചെയ്യാനോ അതുപോലെ വാക്സിൻ കണ്ടുപിടിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇതുവരെ അതിൻ്റെ ഫൈനലിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ അടുത്ത് തന്നെ അത് ഉണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി അടുത്താണ് നിപ്പ. നമുക്കറിയാമല്ലോ നിപ്പ നമ്മുടെ കേരളത്തിൽ എനിക്ക് തോന്നുന്നു കോഴിക്കോട് മലപ്പുറം ഏരിയയിലാണ് കൂടുതലായിട്ട് കാണുന്നത്. അതും എന്താണ് വൈറസ് വരുത്തുന്ന ഒരു രോഗമാണ് നിപ്പ എന്ന് പറയുന്നത്. ലക്ഷണങ്ങൾ എന്ന് വെച്ചാൽ ഭയങ്കര ഫീവർ ആയിരിക്കും, അതുപോലെ ഹെഡേക്ക്, ഭയങ്കര തലവേദനയായിരിക്കും, അതുപോലെ ശരീരം വേദന, പേശിയിലൊക്കെ മസിൽ പെയിൻ ഉണ്ടാവും, ചുമയുണ്ടാവും, ഛർദി ഉണ്ടാവും. ഇതൊക്കെയാണ് ആദ്യത്തെ ലക്ഷണം എന്ന് പറയുന്നത്. ഈ രോഗം അങ്ങ് കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ബോധം ഉണ്ടാവില്ല. അതാണ് അൺകോൺഷ്യസ് ആയിരിക്കുന്ന ഒരു കണ്ടീഷനിലേക്ക് ലീഡ് ചെയ്യുന്നുണ്ട്, ബോധക്ഷയം എന്നിവ ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, ഇത് പകരുന്ന രീതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വവ്വാലിൽ നിന്നിട്ടാണെന്നാണ് ഇപ്പോൾ പറയുന്നത്. വവ്വാലും അതുപോലെ തന്നെ പന്നി. ഓക്കെ, അവർ കഴിച്ച മറ്റേ ഫ്രൂട്ട്സ് നമ്മൾ കഴിക്കുന്നത് വഴിയിട്ടൊക്കെയാണ് ആ ഒരു വൈറസ് നമ്മുടെ ശരീരത്തിലേക്ക് കയറുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ 95% മരണസാധ്യത ഉള്ള ഒരു അസുഖമാണ് നിപ്പ എന്ന് പറയുന്നത് കേട്ടോ. അതായത് അത് വന്നു കഴിഞ്ഞാൽ 95% മരിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം അതിന് ഇതുപോലെ നമ്മളെന്താണ് വാക്സിനുകളൊന്നും കണ്ടെത്തിയിട്ടില്ല, മരുന്നുകളും കണ്ടെത്തിയിട്ടില്ല. നമ്മൾ അതിൻ്റെയൊക്കെ ഇതിലാണ്, അതായത് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ്. കണ്ടെത്തട്ടെ എന്നല്ലേ നമുക്ക് വിചാരിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് ലോകലക്ഷണമുള്ള അതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻസ് കുറയ്ക്കാനായിട്ടുള്ള ചികിത്സകൾ ചെയ്യുന്നു, അതല്ലാതെ വാക്സിനോ കാര്യങ്ങളോ ഒന്നും അതിന് ഇല്ല. ഇനി ഫംഗസ്, അടുത്തൊരു രോഗകാരിയാണ് ഫംഗസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസം. നമുക്കത് അസുഖങ്ങൾ വരുത്തുന്നുണ്ട് കേട്ടോ. ഫംഗസ് നമ്മുടെ ഈ പറഞ്ഞ മനുഷ്യരിലെ പലതരത്തിലുള്ള അസുഖങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. പലതരം അസുഖങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. ഓക്കെ അസുഖങ്ങളാണ്. ഒന്നും കൂടെ എഴുതാം കേട്ടോ. ഓക്കെ,
ഓക്കെ, അപ്പോൾ അതായത് ഫംഗസ് നമുക്ക് പലതരത്തിലുള്ള അസുഖങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. കാര്യം ഇവ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ചർമ്മത്തിലും നഖത്തിലും നേരിട്ട് അണുബാധ ഉണ്ടാകുമ്പോൾ വിഷവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്ന രോഗമാണ് എന്താ ഈ പറയുന്ന ഫംഗസ് ഉൽപ്പാദിപ്പിക്കുന്ന രോഗം. ദേ മേ ഡയറക്ട്ലി ഇൻഫെക്റ്റ് സ്കിന്ന്, നെയിൽ ഓർ പ്രൊഡ്യൂസ് ടോക്സിൻ ലീഡിങ് ദ ഡിഫറെൻറ്റ് ഡിസീസസ്. അതാണ് ഉദ്ദേശിച്ചത് കേട്ടോ. ഇവ ചർമ്മത്തിലോ നഖത്തിലോ നേരിട്ട് അണുബാധ ഉണ്ടാക്കുകയും ആ വിഷവസ്തുക്കൾ എന്താണ് ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്ന രോഗങ്ങളാണ് എന്താ ഈ പറയുന്ന ഫംഗൽ ഡിസീസ്. ഇത് റിംഗ് വാം ആണ്. സ്കിന്നിൽ ഫംഗസ് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ വരും. നമ്മൾ വട്ടച്ചൊറി എന്നാണ് പറയുന്നത്. അതുപോലെ കാൻഡിയാസിസ് കേട്ടോ, അതും എന്ത് തന്നെയാണ് ഈ പറഞ്ഞ ഫംഗസ് ഡിസീസസ് ആണ്. അപ്പോൾ റിംഗ് വാം എന്ന് പറയുന്നത് രോഗം ബാധിച്ച ആൾക്കാരെ സ്പർശിക്കുന്നതിലൂടെ നമുക്കത് കിട്ടുന്നുണ്ട്. അതിൻ്റെ ഡ്രസ്സ് ഇടുന്ന പോലെ നമുക്ക് കിട്ടുന്നുണ്ട്. മൃഗങ്ങളിൽ നിന്നിട്ടാണ് നമുക്ക് കിട്ടുന്നത്. മാലിന്യമായിരിക്കുന്ന വസ്തുക്കളിലൂടെയും എന്താണ് റിംഗ് വാം കിട്ടുന്നത്. ലക്ഷണങ്ങൾ നമ്മുടെ ശരീരത്തിൽ സ്കിന്ന് എന്തെങ്കിലും സർക്കുലറായിട്ട് റെഡിഷ് റാഷസ് കാണുന്നു. അതുപോലെ ഭയങ്കര ഇച്ചിങ്, ഭയങ്കര ചൊറിച്ചിലായിരിക്കും. പിന്നെ എന്താണ് അതിൻ്റെ അടുത്ത ഫംഗൽ ഡിസീസാണ് കാൻഡിയോസിസ്. ഓക്കെ, കാൻഡിഡിയാസിസ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യം ഡയറക്റ്റ് കോൺടാക്ട്, നേരിട്ട് സമ്പർക്കം വഴി തന്നെയാണ്. വസ്ത്രങ്ങൾ പങ്കുവയ്ക്കുന്നതിലൂടെ അതുപോലെ തന്നെ സെക്ഷൽ കോൺടാക്റ്റിലൂടെയും എന്താണ് ഈ അസുഖം വരുന്നുണ്ട്. സിംറ്റംസ് വൈറ്റ് പാച്ചസ് ഇൻ മൗത്തിൽ വെള്ള പാടുകൾ, വായിൽ വെളുത്ത പാടുകൾ കാണാൻ പറ്റും. അവിടെയും എന്താണ് ചൊറിച്ചിൽ തന്നെയാണ്. ഇനി അടുത്ത രോഗകാരിയാണ് പ്രോട്ടോസോവ. ഓക്കെ, പ്രോട്ടോസോവ എന്ന് വെച്ചാൽ യൂണിസെല്ലുലാർ ആയിരിക്കുന്ന യൂക്യാരിയോട്ടിക്കാണ്. ഏകകോശ യൂക്യാരിയോട്ടുകളാണ് പ്രോട്ടോസോവ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ റെഡ് ബ്ലഡ് സെൽസിനെയാണ് ആക്രമിക്കുന്നത് കേട്ടോ. നമ്മുടെ ചുവന്ന രക്തകോശങ്ങളെ എന്താണ് ആക്രമിക്കുകയും അവയ്ക്കുള്ളിൽ പെരുകാനും അവയെ നശിപ്പിക്കുകയും ചെയ്യുന്നു. അതാണ് പ്രോട്ടോസോവയുടെ മെയിൻ പണി എന്ന് വെച്ചാൽ ഇത് നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങളെ ബാധിക്കുകയും ദോഷകരമായിട്ട് ഉള്ള വസ്തുക്കളെയും പുറത്ത് വിടുന്നുണ്ട് കേട്ടോ. അതെ, സം അതേഴ്സ് റിലീസ് ഹാംഫുൾ സബ്സ്റ്റൻസ്, അതായത് ഹാംഫുൾ ആയിരിക്കുന്ന സബ്സ്റ്റൻസ് റിലീസ് ചെയ്യുന്നുണ്ട്. ദാറ്റ് അഫക്ട് ദ ഫിസിയോളജിക്കൽ ആക്ടിവിറ്റി. ഇത് നമ്മുടെ ശരീരത്തിലെ പ്രവർത്തനങ്ങളെ ദോഷകരമായിട്ടാണ് ബാധിക്കുന്നത്. അപ്പോൾ പ്രോട്ടോസോവ ഡിസീസ് ആദ്യം പഠിക്കാനുള്ള മലമ്പനി അല്ലെങ്കിൽ മലേറിയ ആണ്. ഓക്കെ, പ്ലാസ്മോഡിയം എന്ന് പറയുന്ന പ്രോട്ടോസോവയാണ് ഈ മലമ്പനിക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന മലേറിയയ്ക്ക് കാരണമാകുന്നത്. ഫീമെയിൽ അനോഫിലസ് കൊതുകാണ്. ആ കൊതുകുകൾ വഴിയാണ് ഈ രോഗമാണ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് എത്തുന്നത്. ഓക്കെ, ഫീമെയിൽ അനോഫിലസ് നോട്ട് ചെയ്ത് വെച്ചാൽ ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോ ആണ് ഈ മലേറിയ അല്ലെങ്കിൽ മലമ്പനി എന്ന് പറയുന്ന രോഗം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ അതാണ് വെക്ടർ. അതായത് പ്ലാസ്മോഡിയം എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന ശരീരത്തിൽ എത്തുകയും നമ്മുടെ ഈ പറയുന്ന റെഡ് ബ്ലഡ് സെൽസിനെ നശിപ്പിക്കുകയും എന്താണ് അവിടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ചുവന്ന രക്താണുക്കളെ നശിപ്പിക്കുകയും ചെയ്യുന്നത്. ഇതാണ് മലേറിയ ഇൻഫെക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സിംറ്റംസ് എന്ന് പറഞ്ഞാൽ ഇടവിട്ടുള്ള പനിയായിരിക്കും, ഭയങ്കര കുളിരും, അതായത് ഭയങ്കര തണുത്തിങ്ങനെ വിറച്ച് എപ്പോഴും ഇങ്ങനെ കുളിർന്നുകൊണ്ടിരിക്കും, താടി തെല്ലിക്കൊണ്ടിരിക്കും, ഭയങ്കര തലവേദനയായിരിക്കും, വൊമിറ്റിക് ആയിരിക്കും, അതുപോലെ മസിൽ പെയിൻ ഉണ്ടാകും, അതുപോലെ ക്ഷീണം ഉണ്ടാകും. എന്നിവയാണ് ഇതിൻ്റെയൊക്കെ ലക്ഷണം. ചികിത്സ എന്ന് വെച്ചാൽ ആൻറ്റി മലേറിയൽ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ആൻറ്റി മലേറിയൽ മരുന്നുകളാണ് നമ്മുടെ മലേറിയയ്ക്ക് അല്ലെങ്കിൽ മലമ്പനിക്ക് ഉപയോഗിക്കുന്നത്. ഇനി അടുത്തതാണ് അമീബിക് മസ്തിഷ്ക ജ്വരം. വെള്ളി അടിച്ചല്ലോ. ഓക്കെ, അതായത് നമുക്ക് അറിയാവുന്നൊരു കാര്യമാണ്. അതായത് നെഗ്ലേരിയ ഫൗലറി എന്ന് പറയുന്ന അമീബയാണ് ഈ ഒരു മാരക രോഗത്തിന് കാരണമാകുന്നത് കേട്ടോ. അതായത് പകരുന്നതെന്ന് വെച്ചാൽ കെട്ടിക്കിടക്കുന്ന വെള്ളമോ അല്ലെങ്കിൽ ചൂടുള്ള ശുദ്ധജലത്തോ ആണ് പ്രധാനമായിട്ടും ഈ ഒരു സംഭവം കാണുന്നത്. നെഗ്ലേരിയ ഫൗലറി എന്ന് പറയുന്ന ആ ഒരു ഇത് കാണുന്നത്. ഓക്കെ, ആ ഒരു പാത്തജൻ കാണുന്നത് ഇതുവഴി എന്താണ് നമ്മുടെ ഈ പറയുന്ന മൂക്കിലൂടെയും അതുപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന ശരീരത്തെ തലച്ചോറിലേക്ക്, മൂക്കിലൂടെയും വായിലൂടെയൊക്കെ എന്താ തലച്ചോറിലേക്ക് കടക്കുകയും അതാണ് ബാധയുണ്ടാക്കുകയും ചെയ്യുന്നത്. ഇതും എന്ത് തന്നെയാണ് മരണത്തിലേക്കുള്ള ഒരു 90% മരണത്തിന് കാരണമാകുന്ന ഒരു അസുഖം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വെക്കേഷനൊക്കെ ആകുമ്പോൾ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇപ്പോൾ സ്വിമ്മിംഗ് പൂളിൽ പോലും കുളിക്കാൻ പാടില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ എന്നാൽ കുളിക്കാതിരിക്കുക. ജലാശയത്തിലൊക്കെ കുളിക്കുന്നതും മുഖം കഴുകുന്നതുമൊക്കെ പരമാവധി ഒഴിവാക്കാനാണ് പറയുന്നത്. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ഓക്കെ, അപ്പോൾ അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കാരണമാവുന്ന നെഗ്ലേരിയ ഫൗലേറി എന്ന് പറയുന്ന ആ ഒരു പാത്തജനാണ്. അതെന്ത് ചെയ്യുന്നുണ്ട്, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലാണ് ഇതിന് സാധാരണയായിട്ട് കാണപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കാതിരിക്കുക, മുഖം കഴുകാതിരിക്കുക, അതൊക്കെയാണ് അതിനുള്ള പ്രിക്കോഷൻസ് എന്ന് പറയുന്നത്. 90% എന്ത് തന്നെയാണ് അതിന് മരണസാധ്യത വളരെ കൂടുതലാണ്. ഇനി വാംസ് അഥവാ വിരകൾ ഉണ്ടാക്കാൻ നമ്മുടെ വിരകളും എന്താണ് നമുക്ക് ഒരുപാട് രോഗങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. കൃമി, അതുപോലെ തന്നെ പാരസൈറ്റിൽ വരുന്നത് പിൻ വാംസ്, റൗണ്ട് വാംസ്, അതായത് ഉരുണ്ട വിര, അതൊക്കെ എന്താണ് നമുക്ക് ഈ പറഞ്ഞ പോലെ രോഗങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ഇതിൻ്റെ ട്രാൻസ്മിഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നഖം കടിക്കുന്ന, നമ്മുടെ ഇവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാംസ് ഉണ്ടെങ്കിൽ നഖം കടിക്കുന്ന വഴി, അല്ലെങ്കിൽ അതുപോലെ തന്നെ കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുന്ന വഴിയൊക്കെയാണ്, അല്ലെങ്കിൽ മലിനജലം കുടിക്കുന്ന വഴിയൊക്കെയാണ് ഈ രോഗം നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ വാംസും എന്താണ് നമുക്ക് അസുഖങ്ങൾ വരുത്തുന്നത്. കുറച്ച് വാംസിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. പിൻ വാംസ്, റൗണ്ട് വാംസ്, കൃമി, അതുപോലെ തന്നെ ഉരുണ്ട് വിര എന്നൊക്കെ പറയുന്നത്. ഇതെങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്, പകരുന്ന വിധം നഖം കടിക്കുന്നു അല്ലെങ്കിൽ കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുന്നു. നമ്മൾ കൊച്ചു പിള്ളേരോടൊക്കെ പറയില്ല നിങ്ങൾ കൈ കഴുകി ഭക്ഷണം കഴിക്കണമെന്നൊക്കെ. അതിൻ്റെ കാര്യം ഇതാണ്. ചിലപ്പോൾ അതിൽ വാംസ് ഒക്കെ ഉണ്ടെങ്കിൽ കാണാൻ പറ്റില്ലല്ലോ, നമ്മുടെ ശരീരത്തിനകത്ത് കയറുകയും പിന്നീട് അത് ഈ പറഞ്ഞ പല അസുഖത്തിന് കാരണമാകും. സിംറ്റംസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിരബാധ, വിളർച്ച ഉണ്ടാവുന്നു, അതുപോലെ തന്നെ ഭയങ്കര ടയേർഡ് ആയിരിക്കുള്ളൂ, അതുപോലെ കോൺസെൻട്രേഷൻ ഉണ്ടാവില്ല,
പോഷകക്കുറവായിരിക്കും, വിശപ്പില്ലായ്മ, ഭാരം ഭയങ്കരമായിട്ട് കുറയും, വയറുവേദന ഉണ്ടാകും, തലകറക്കം ഉണ്ടാകും, ഛർദി ഉണ്ടാകും. ഇതൊക്കെയാണ് അതിൻ്റെ പ്രധാന ലക്ഷണം എന്ന് പറയുന്നത്. ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൻറ്റിബെൻഡസോൾ എന്ന് പറയുന്ന പലതരം വിരകളെ നശിപ്പിക്കുന്ന വിരശല്യം തടയുന്നുണ്ട് കേട്ടോ. ഓക്കെ, ആൻറ്റിബെൻഡസോൾ ഡിസ്ട്രോയ്സ് വേരിയസ് ടൈപ്പ് ഓഫ് വാംസ്. ആൻറ്റിബെൻഡസോൾ എന്ന് പറഞ്ഞാൽ പലതരം വിരകളെ നശിപ്പിച്ചിട്ട് വിരശല്യം തടയുന്നുണ്ട്. അതാണ് ഒരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. പിന്നെ എന്താണ് ഈ പറയുന്ന പോലെ ഈ ഒരു ബെൻഡസോളിൻ്റെ ഗുളികയും നമ്മൾ കഴിക്കുന്നുണ്ട്. അതും നല്ലതാണ്, വിരശല്യം ഇല്ലാതിരിക്കാനായിട്ട് നല്ലതാണ്. ഇനി അതുപോലെ തന്നെ അടുത്ത വിരയുടെ ഒരു അസുഖമാണ് കേട്ടോ, ഫിലാരിയാസിസ് അല്ലെങ്കിൽ മന്ത് എന്ന് പറയുന്നത്. ഇതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫൈലേറിയം വിരയാണ് ഈ ഒരു മന്ത് രോഗത്തിന് കാരണമാകുന്നത്. ക്യൂലെക്സ് മൊസ്കിറ്റോ വഴിയാണ് ഇത് നമ്മുടെ ശരീരത്തിൽ കിടക്കുന്നത്. ഓക്കെ, അതായത് ഈ ഫൈലേറിയം വിരകൾ എന്താണ്, ഈ മൊസ്കിറ്റോയുടെ എടുത്തുകൊണ്ട് വരും. എന്നിട്ട് നമ്മുടെ ശരീരത്തിൽ വന്ന് ഈ മൊസ്കിറ്റോ അല്ലെങ്കിൽ കൊതുക് കുത്തുന്നത് വഴി ഈ ഫൈലേറിയം വിര നമ്മുടെ ശരീരത്തിനകത്തേക്ക് കിടക്കുന്നു. ശരീരത്തിനകത്ത് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലിംഫ് ഡക്റ്റിനെയാണ് ബാധിക്കുന്നത്, ലിംഫ് വാഹിയാണ്. ഈ ലിംഫ് വാഹി ചെന്നിട്ട് ഈ ഫൈലേറിയം വിര എന്ത് ചെയ്യുന്നുണ്ട്, മൊത്തം അങ്ങ് വളരുന്നു. ഓക്കെ, വളർന്ന് അവിടെ അവരൊരു സാമ്രാജ്യം തന്നെ കിട്ടുന്നു. അതുവഴി ലിംഫ് വാഹികൾ ഇങ്ങനെ വന്ന് വീർക്കുന്നു. ഓക്കെ, അപ്പം ലിംഫിൻ്റെ പ്രവാഹം അല്ലെങ്കിൽ ലിംഫിൻ്റെ ഫ്ലോ എന്താണ് അവിടെ തടയുന്നുണ്ട്. അതുവഴിയാണ് ഇതുപോലെ കാലിങ്ങനെ വലുതായി വരുന്നത്. അതാണ് നമ്മുടെ മന്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഫൈലേറിയം വിരകൾ എന്താണ്, ലിംഫ് വായുവിൽ അല്ലെങ്കിൽ ലിംഫ് ഡക്റ്റിലാണ് അല്ലെങ്കിൽ ലിംഫ് വെസൽസിലാണ് എന്ത് ചെയ്യുന്നത്, തങ്ങി നിന്ന് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, പെരുകുന്നുണ്ട്. അതുമൂലം എന്താണ് നമുക്ക് മന്ത് രോഗം ഉണ്ടാകുന്നു. ക്യൂലെക്സ് എന്ന് പറയുന്ന പെൺകൊതുകുകളാണ് ഈ രോഗമാണ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരാനായിട്ട് കാരണമാകുന്നത്. കൊതുക് അടിക്കുമ്പോൾ ഈ വിരയുടെ ലാർവ എന്താണ് നമ്മുടെ ശരീരത്തിലെത്തുകയും രക്തത്തിൽ പ്രവേശിച്ചിട്ട് നമ്മുടെ ലിംഫ് വാഹുകളിലെത്തി അല്ലെങ്കിൽ ലിംഫ് ഡക്റ്റിലെത്തി അല്ലെങ്കിൽ ലിംഫ് വെസൽസിലെത്തിയിട്ട് എന്ത് ചെയ്യുന്നു, അവിടെ തങ്ങി നിൽക്കുകയും ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന പോലെ അവർ കാലക്രമേണ അവർ വളർന്ന് അതായത് നമ്മുടെ ഫൈലേറിയം വാംസ് വളർന്ന് ഈ പറയുന്ന ലിംഫ് ഡക്റ്റ് വീർത്തു വരികയും അവിടെ ലിംഫിൻ്റെ പ്രവാഹം നിൽക്കുകയും ചെയ്യുന്നു. അങ്ങനെ തൽഫലമായി ഈ പറയുന്ന പോലെ ലിംഫ് ദ്രവം കെട്ടി നിന്ന് അല്ലെങ്കിൽ ലിംഫിൻ്റെ ആ ഫ്ലൂയിഡ് കെട്ടി നിന്ന് അതിൻ്റെ അക്യുമുലേഷൻ മൂലം എന്താണ് കാലുകളും കൈകളും ജനനേന്ദ്രിയങ്ങളും ആ ഭാഗങ്ങളൊക്കെ ഭയങ്കരമായിട്ട് വന്ന് വീർക്കുന്നു. അതാണ് സംഭവം. ഓക്കെ, അപ്പോൾ ഒരു പണി ചെയ്യാം, നമുക്ക് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ഇപ്പോൾ ഇത്രയും അത്യാവശ്യം ലെങ്തി വീഡിയോ ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതുവരെ നന്നായി പഠിക്കാം മകളെ. വീണ്ടും ഞാൻ പറയുകയാണ്, അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്, പക്ഷെ വളരെ സിമ്പിളായിട്ട് കേട്ടിരിക്കാൻ പറ്റുന്നതായിട്ടുള്ള ചാപ്റ്ററാണ്. അപ്പോൾ ആരും ഇത് സ്കിപ്പ് ചെയ്യരുത്, കാര്യം ഇതിൽ നിന്ന് അത്യാവശ്യം മാർക്ക് ചോദിക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ചാപ്റ്റർ മുഴുവനായിട്ട് ക്രിസ്മസ് എക്സാമിനില്ല കേട്ടോ, ക്രിസ്മസ് എക്സാമിന് പകുതി വരെ ഉള്ളൂ. ഓക്കെ, അപ്പോൾ വരും വീഡിയോ കാണും വരെ ടാറ്റാ ബൈ, സീ യു.